വാസുകി ടോക്സ് ലൈവ് സ്ട്രീമിംഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ സ്ട്രീമിംഗിൽ നമ്മൾ കാണാൻ പോകുന്നത് സുബ്രഹ്മണ്യൻ, മുരുകൻ, സ്കന്ദൻ, ഗുരുഗുഹൻ, അങ്ങനെ നിരവധി പേരുണ്ട് അദ്ദേഹത്തിന്. അദ്ദേഹവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ 6 പടൈ വീടുകളുമുണ്ട്. ആദ്യം സ്കന്ദൻ എങ്ങനെ അവതരിച്ചു അതാണ് നോക്കാൻ പോകുന്നത്. പിന്നീട് ഇദ്ദേഹം ഏത് അസുരന്മാരെ എല്ലാം വധിച്ചു, എന്താണ് സ്കന്ദനും നമ്മുടെ സ്ഥൂല ശരീരത്തിലെ ചക്രങ്ങളുമായി ബന്ധം, അതും ഈ ചക്രങ്ങൾ 7 പറയാറ്. അതിലെ 7ാമത്തെ ചക്രമാണ് സഹസ്രാര ചക്രം. അതിലെ 6 ചക്രങ്ങൾക്കും അദ്ദേഹത്തിന്റെ 6 വീടുകൾക്കും ബന്ധമുണ്ടോ? ഇതെല്ലാമാണ് ഇന്നത്തെ സ്ട്രീമിംഗിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. ഈ കാർത്തികേയൻ, ഇദ്ദേഹത്തിന്റെ ഏത് പേര് നമ്മൾ എടുത്തു കഴിഞ്ഞാലും സ്വാമിനാഥൻ, കാർത്തികേയൻ, ഗുഹൻ, ഗുരുഗുഹൻ, ഏത് പേര് മുരുകൻ, അങ്ങനെ ഏത് പേര് നമ്മൾ എടുത്തു കഴിഞ്ഞാലും അതിന്റെ പിന്നിലെല്ലാം ശരവണൻ, അത് എല്ലാത്തിന്റെയും പിന്നിൽ തന്നെ ഒരു കഥയുണ്ട്. കഥ തുടങ്ങുന്നത് ശിവപാർവതിമാരുടെ വിവാഹത്തോടെയാണ്. ഹിമവപുത്രിയായ ഹൈമവതിയായ പാർവതി വിവാഹത്തിനു ശേഷം ശിവനോടൊപ്പം കൈലാസത്തിൽ വരികയും അവിടെ ശിവഗണങ്ങൾ ഉജ്ജ്വലമായ ഒരു വരവേൽപ്പ് തന്നെ നവദമ്പതികൾക്കു നൽകി. അങ്ങനെ മഹേശ്വരൻ കുറച്ചു ദിവസത്തേക്ക് പാർവതിയുമായി കൈലാസത്തിൽ നിന്നും കുറച്ചകലെ മാറി ഏകാന്തമായ ഒരു സ്ഥലത്ത് സ്വർണം കൊണ്ടും അമൂല്യ രത്നങ്ങൾ കൊണ്ടും പണിത ഒരു കൊട്ടാരത്തിൽ കുറച്ചു കാലം ചിലവഴിക്കാൻ അവർ പാർക്കുവാൻ തീരുമാനിച്ചു. അങ്ങനെ ശിവപാർവതിമാർ അവരുടെ പുതിയ ഗൃഹത്തിൽ താമസം ആരംഭിക്കുകയും ശിവപാർവതിമാരുടെ ദാമ്പത്യ ബന്ധം, ആ ഭാര്യ ഭർത്തൃ ബന്ധം അനേക കാലം നീണ്ടു നിൽക്കുകയും ചെയ്തു. ദേവന്മാരുടെ കണക്കനുസരിച്ച് 1000 കൊല്ലങ്ങൾ ആ ബന്ധം തുടർന്നു എന്നാണ് പറയുന്നത്. ആ സമയത്ത് ഈ ശിവപാർവതിമാരുടെ വിവാഹത്തിന് മുന്നേ സതിയുടെ ആത്മാഹൂതി, അതൊന്നും ഞാൻ ഇവിടെ പറയുന്നില്ല. ആ സമയത്താണ് താരകാസുരൻ ബ്രഹ്മാവിൽ നിന്നും ശിവപുത്രന് മാത്രമേ എന്നെ വധിക്കാൻ പറ്റുകയുള്ളൂ എന്നൊരു വരം വാങ്ങിയിരുന്നു. അങ്ങനെ പാർവതിയുമായുള്ള വിവാഹം കഴിഞ്ഞപ്പോൾ ഒരു ശിവപുത്രനെ ഉടൻ തന്നെ ലഭിക്കുമെന്നും അങ്ങനെ താരകാസുരന്റെ ഉപദ്രവം ശമിക്കുമെന്നുമെല്ലാം ദേവന്മാർ വിശ്വസിക്കുകയും അതിൽ സമാധാനം കൊള്ളുകയും ചെയ്തിരുന്നു. എന്നാൽ നാൾ പോകെ പോകെ ശിവപാർവതിമാർ ആ കൊട്ടാരത്തിൽ നിന്നും പുറത്തു വന്നതേയില്ല. അനേകായിരം വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ആ വർഷങ്ങൾ കഴിയുന്നതിനോടൊപ്പം തന്നെ അസുരനായ താരകന്റെയും ശല്യം, ഉപദ്രവം ബ്രഹ്മാണ്ടമാകെ വർദ്ധിച്ചു വന്നു. അവന്റെ ഉപദ്രവം സഹിക്കവയ്യാതെ ദേവന്മാർക്കിനി സ്വർഗത്തിൽ നിന്നും അവരുടെ സ്ഥാനങ്ങൾ നഷ്ടപ്പെടും എന്നൊരു ഘട്ടം പോലും എത്തി. ആ സമയം അവർ മഹാവിഷ്ണുവിനെ കണ്ട് അവരുടെ സങ്കടം പറഞ്ഞപ്പോൾ ശിവപാർവതിമാരുടെ ദിവ്യ ലീലാക്ക് ഭംഗം വരുത്തരുതെന്നും എല്ലാത്തിനും അതിൻ്റെതായ ഒരു സമയമുണ്ടെന്നും അപ്പോൾ അത് വേണ്ട രീതിയിൽ നടക്കുമെന്നും അവരെ സമാധാനിപ്പിച്ച് അദ്ദേഹം അവരുടെ വാസസ്ഥലത്തേക്ക് പറഞ്ഞു വിട്ടു. ഇതൊന്നും ശിവപാർവതിമാർ അറിഞ്ഞില്ല. അങ്ങനെ വീണ്ടും കുറെ വർഷങ്ങൾ പോവുകയും ശിവപാർവതിമാരുടെ ഈ ദിവ്യ ലീലയിൽ 3 ലോകങ്ങളും പ്രകമ്പനം കൊള്ളുവാൻ തുടങ്ങി, ഭൂമി കുലുങ്ങുവാൻ തുടങ്ങി, സമുദ്രത്തിന്റെ അലകൾ ഒരു രീതിയിലും അധികം പൊങ്ങുവാൻ തുടങ്ങി, കാറ്റ് വളരെയധികം വേഗത്തിൽ വീശി കൊടുങ്കാറ്റായി മാറുവാൻ തുടങ്ങി, പല അനർത്ഥങ്ങൾ ഭൂമിയിലും മറ്റു ലോകങ്ങളിലും കണ്ടു തുടങ്ങി. ഇതെല്ലാം കണ്ട് ഭയന്ന് ദേവന്മാർ
വീണ്ടും ബ്രഹ്മാവിനെയും വിഷ്ണുവിനെയും സമീപിച്ച് ബ്രഹ്മാണ്ടത്തെയും സ്വർഗത്തെയും അവരെയും രക്ഷിക്കണമെന്ന് കേണപേക്ഷിച്ചു. അങ്ങനെ അവരുടെ വാക്കുകൾ മാനിച്ച് ഈ പ്രാവശ്യം ബ്രഹ്മാവും വിഷ്ണുവും മറ്റു ദേവന്മാരും ശിവപാർവതിമാർ വസിക്കുന്ന ആ കൊട്ടാരത്തിലെത്തി. നവദമ്പതികളാണ്. എങ്ങനെയാണ് അവരെ ശല്യം ചെയ്യുക? ആരാണ് അകത്ത് കയറുക? വന്ന കാര്യം ആരാണ് പറയുക? ഇതെല്ലാം ഓർത്തവർ ശങ്കിച്ചു. ചില പുരാണങ്ങളിലും അടിയന്റെ ഗുരുവും ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. ഉണ്ണുന്നവനെ എഴുന്നേൽപ്പിക്കുന്നത്, ഉറങ്ങുന്നവനെ വേണമെന്ന് വെച്ച് അവന്റെ ഉറക്കത്തിന് ഭംഗം വരുത്തുന്നത്, ഒരു കൈക്കുഞ്ഞുമായി ഒരു അമ്മ ഇരിക്കുമ്പോൾ അമ്മയുടെ അനുവാദമില്ലാതെ ആ കുഞ്ഞിനെ എടുത്തുകൊണ്ട് പോകുന്നത്, വളരെ ഏകാന്തതയിൽ ഇരിക്കുന്ന ദമ്പതികളെ പോയി ശല്യം ചെയ്യുന്നത്, ഇതെല്ലാം ബ്രഹ്മഹത്യയ്ക്ക് പോലും തുല്യമാണത്രേ. അതുകൊണ്ട് തന്നെയാണ് ഒരു ബ്രഹ്മഹത്യാ പാപം അവർക്ക് മുകളിൽ വരണ്ട എന്ന് കരുതി ആയിരിക്കാം ദേവന്മാരും മഹാവിഷ്ണു അദ്ദേഹം പോലും അകത്തു പോവാൻ ശങ്കിച്ചു നിന്നത്. അങ്ങനെ അവരുടെ പ്രാണരക്ഷാർത്ഥം എങ്ങനെയെങ്കിലും താരകാസുരന്റെ ഉപദ്രവത്തിൽ നിന്നും രക്ഷപ്പെടണ്ടേ? അങ്ങനെ നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യത്തിന്റെയും സാക്ഷിയാണ് അഗ്നി. അതുകൊണ്ടാണ് നമ്മുടെ വിവാഹത്തിനൊക്കെ അഗ്നിയെ സാക്ഷിയാക്കി നമ്മൾ വിവാഹം കഴിക്കുന്നത്. സർവസാക്ഷിയാണ് അഗ്നി. അഗ്നി മുന്നോട്ട് വരികയും ആ കർത്തവ്യം ഞാൻ നടത്താമെന്നും ഈ രൂപത്തിലല്ല താൻ രൂപം മാറി ആ കൊട്ടാരത്തിൽ കയറാമെന്നും പുറത്തുള്ളവർ ബഹളമുണ്ടാക്കാതിരുന്നാൽ മതി എന്നും പറഞ്ഞു. അങ്ങനെ അഗ്നി അവന്റെ രൂപം മാറി ഒരു പ്രാവിന്റെ രൂപത്തിൽ ശിവപാർവതിമാരുടെ കൊട്ടാരത്തിൽ കയറി. ആ സമയം കൊട്ടാരം മുഴുവനും നിശബ്ദമായിരുന്നു. ആ നേരം ശിവപാർവതിമാർ ദിവ്യ ലീലയിൽ ഏർപ്പെട്ടിരിക്കുന്ന സമയത്ത് നിശബ്ദമായ ആ കൊട്ടാരത്തിനകത്ത് ഒരു പക്ഷിയുടെ ചിറകടി ശബ്ദം ഭഗവതിയെ വല്ലാതെ അലോസരപ്പെടുത്തി. അങ്ങനെ ആ ദിവ്യ ലീലയ്ക്കൊരു ഭംഗം വരികയും ആരാണ് കൊട്ടാരത്തിൽ കയറി ശല്യപ്പെടുത്തുന്നതെന്നറിയാൻ ആ ദിവ്യ ലീലയുടെ പകുതിയിൽ ശിവൻ അവിടെ നിന്ന് ഇറങ്ങി അന്വേഷിച്ചപ്പോൾ ഒരു പ്രാവിനെ കണ്ടു. ആ സമയം തന്നെ ശിവന് സ്ഖലനം സംഭവിക്കുകയും ശിവബീജം തറയിൽ വീണു കഴിഞ്ഞാൽ, ബ്രഹ്മാണ്ടത്തിൽ പതിഞ്ഞു കഴിഞ്ഞാൽ ബ്രഹ്മാണ്ടം തന്നെ കരിഞ്ഞു പോകും. ആ ബ്രഹ്മാണ്ടത്തെ അതിൽ നിന്നും രക്ഷിക്കാൻ അദ്ദേഹത്തിന് സ്ഖലനം സംഭവിച്ച ആ സമയത്തു തന്നെ അഗ്നി, പ്രാവിന്റെ രൂപത്തിൽ വന്ന അഗ്നി ആ ശിവബീജം വിഴുങ്ങി. ഇത് കണ്ട് പാർവതിക്ക് വല്ലാതെ ദേഷ്യം വന്നു. ശിവബീജം വഹിക്കാനുള്ള അവകാശം തനിക്കാണ്. അതിൽ നിന്നും തന്റെ അവകാശം തട്ടിപ്പറിക്കപ്പെട്ടിരിക്കുകയാണ്. അങ്ങനെ അഗ്നിയോട് പറഞ്ഞു, വിശിഷ്ടമായ ഹോമാഹൂതികളാണ് നിനക്ക് അർപ്പിക്കാറ്. നെയ്യ്, സമിത്ത്, കുശപ്പുല്ല്, അങ്ങനെ പാൽ പായസം വെച്ചും നമ്മൾ ഹോമം നടത്താറുണ്ടല്ലേ. അങ്ങനെ വിശിഷ്ടമായ ഹോമാഹൂതികൾ അർപ്പിച്ച് മാത്രം നിനക്ക് യാഗം നടത്തുന്നു. ഇന്നു മുതൽ നീ സർവഭക്ഷനാകട്ടെ. വിശിഷ്ടമായ ഹോമാഹൂതികൾ മാത്രമല്ല, ആളുകൾക്ക് വേണ്ടതും വേണ്ടാത്തതുമായ സകലതും നിന്നിൽ എറിയുകയും അവയെല്ലാം നീ ഭക്ഷിക്കുകയും ചെയ്യും. അതുകൊണ്ടാണല്ലേ നമ്മുടെ പറമ്പിലൊക്കെ കരിയില കൂടുമ്പോൾ നമ്മൾ കൂട്ടിയിട്ട് തീ കത്തിക്കുന്നത്. ഇപ്പോഴൊക്കെ പ്രക്ഷോഭം നടത്തുമ്പോഴും തീ കത്തിക്കുന്നു, ടയറൊക്കെ ഇട്ട് കത്തിക്കുന്നു. ഇതൊക്കെ അവിടെ നിന്ന് വന്നതാണ്. അങ്ങനെ പാർവതി ശപിച്ചു, ഇന്നു മുതൽ വിശിഷ്ടമായ ഹോമാഹൂതികൾ മാത്രമല്ല, നീ എല്ലാം ഭക്ഷിക്കും, നീ സർവഭക്ഷനാവട്ടെ. ജഗത് ജനനിയാണ്, ശപിച്ചിരിക്കുകയാണ്, എന്തെങ്കിലും പറയാൻ പറ്റുമോ? അത് പറഞ്ഞ് ഭഗവതി അകത്തേക്ക് പോയി. ശിവനും എന്താ ചെയ്യേണ്ടതെന്നറിയാതെ നിൽക്കുകയാണ്. അപ്പോൾ ആണ് അഗ്നി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചൂടാണ്, തീയാണ്. നമുക്ക് അഗ്നിയെ തൊടാൻ പറ്റുമോ? ആ അഗ്നിക്ക് തന്നെ താൻ വിഴുങ്ങിയ ശിവബീജത്തിന്റെ ഉഷ്ണം സഹിക്കവയ്യാതെ ആയത്രേ. ശിവപാദത്തിൽ വീണ് അറിയാതെ അപരാധം പറ്റിപ്പോയി അത് ഭൂമിയിൽ ബ്രഹ്മാണ്ടത്തിൽ പതിച്ചു കഴിഞ്ഞാൽ
3 ലോകങ്ങളും പോകുമോ? ഞാൻ ഒരു രക്ഷാർത്ഥം ചെയ്തതാണ്. അങ്ങ് എന്നോട് ക്ഷമിക്കണം. ഞാൻ ഇപ്പോൾ അങ്ങയുടെ അടുത്ത് വന്നിരിക്കുകയാണ്. അങ്ങയുടെ ഈ ബീജം ഞാൻ വിഴുങ്ങിപ്പോയി. ഇപ്പോൾ എനിക്ക് അതിന്റെ ഉഷ്ണം സഹിക്കാൻ പറ്റുന്നില്ല. ഇതിന് എനിക്കൊരു പ്രതിവിധി പറഞ്ഞു തരണം. ഈ ഉഷ്ണത്തിൽ നിന്നും അഗ്നിയായ എനിക്ക് പോലും ഇതിന്റെ താപം പറ്റുന്നില്ല. എനിക്ക് ഇതിൽ നിന്നും ഒരു പ്രതിവിധി പറഞ്ഞു തരണം എന്ന് അഗ്നി പറഞ്ഞപ്പോൾ തന്റെ പാദത്തിൽ വീണ ഒരാളെയും ശിവൻ കൈവിടാറില്ല. തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ശിവപാദത്തിൽ പോയി വീണ് നമസ്കരിച്ച് വീണ്ടും ആ തെറ്റ് ആവർത്തിക്കാതെ സത്യസന്ധമായ മനസ്സോടെ അദ്ദേഹത്തോട് മാപ്പ് പറഞ്ഞാൽ തീർച്ചയായും ആ മഹേശ്വരൻ മാപ്പാക്കും. അങ്ങനെ ശിവൻ മഹേശ്വരൻ അഗ്നിക്ക് മാപ്പ് കൊടുക്കുകയും അത് ഒരു പ്രതിവിധി പറയുകയും ചെയ്തു. എന്തായിരുന്നു ആ പ്രതിവിധി? ആ പ്രതിവിധി കേട്ട ശേഷം അതുപോലെ താൻ പ്രവർത്തിക്കാം എന്ന് പറഞ്ഞ അഗ്നി അവിടെ നിന്ന് അദ്ദേഹത്തെ വീണ് നമസ്കരിച്ച് വിടവാങ്ങി. അങ്ങനെ സപ്തർഷിമാരുടെ ഭാര്യമാർ, ആ സമയം മകരമാസമായിരുന്നു, മഞ്ഞുകാലമാണ്. ഏറെ പ്രഭാതം വരുന്ന ആ വേളയിൽ തന്നെ പുഴയിൽ സ്നാനം ചെയ്യാൻ വരുമത്രേ. ആ സമയത്ത് അവരുടെ ശരീരത്തിലെ രോമകൂപങ്ങളിലൂടെ തന്റെ ഈ തേജസ് അവരുടെ ശരീരത്തിൽ നിക്ഷേപിക്കണം എന്ന് ശിവൻ പറഞ്ഞു. അങ്ങനെ അരുന്ധതി മുതൽ ബാക്കി 7 പേർ, കാരണം ഓരോ ഗ്രന്ഥത്തിൽ സപ്തർഷികളുടെ വ്യാഖ്യാനം ഓരോന്നാണ്. പക്ഷെ അമ്മ അരുന്ധതി എല്ലാത്തിലും ഉണ്ട്. അരുന്ധതിയും ശിവപുരാണവും തമ്മിൽ അഭേദ്യമായ ഒരു ബന്ധവുമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ അമ്മ അരുന്ധതിയുടെ പേര് മാത്രം പറയുന്നത്. അരുന്ധതി അതുകൊണ്ടാണ് നമ്മൾ വിവാഹത്തിന് താലി മംഗല്യധാരണത്തിനു ശേഷം അരുന്ധതിയെ കാണുന്നുണ്ടോ എന്ന് ചോദിക്കുന്നത്. രാവിലെ നക്ഷത്രത്തിനെ എങ്ങനെ കാണും എന്ന് നമ്മൾ ചോദിച്ചിട്ടില്ല. കാരണം രാവിലെയും പകലും എല്ലാ സമയത്തും നക്ഷത്രമായി വിളങ്ങാൻ അവൾക്കൊരു അനുഗ്രഹമുണ്ട്. ശിവാനുഗ്രഹമാണ്. ശിവനുമായി അഭേദ്യമായ ഒരു ബന്ധം അമ്മ അരുന്ധതിക്കുണ്ട്. അത് വേറൊരു സ്ട്രീമിങ്ങിൽ ഞാൻ പറയാം. ഈ സപ്തർഷികളുടെ ഭാര്യമാർ കുളിക്കാൻ വന്നപ്പോൾ അവിടെ അഗ്നി ഒരു മഹാജ്വാലയായി നിന്നു. ആ കുളിയൊക്കെ കഴിഞ്ഞ് മടങ്ങും നേരം സപ്തർഷികളുടെ 6 ഭാര്യമാർ പറഞ്ഞു, ഹാവ് കുളിച്ചിട്ട് വയ്യ, എന്തൊരു തണുപ്പാണ്, മരം കോച്ചുന്ന തണുപ്പാണ്. ദാ അവിടെ ആരോ കുറച്ച് തീ പൂട്ടിയിരിക്കുന്നു, കുറച്ചു തീ കാഞ്ഞിട്ട് വരാം, കുറച്ചൊന്ന് ചൂട് കിട്ടും. അരുന്ധതിക്ക് പാതിവ്രത്യത്തിന്റെ മറ്റൊരു പേരാണ് അരുന്ധതി. അതുകൊണ്ടാണ് വിവാഹം കഴിഞ്ഞ ഉടനെ തന്നെ പുരോഹിതൻ അരുന്ധതിയെ കാണണം എന്ന് പറയുന്നത്. വസിഷ്ഠന്റെ സഹധർമ്മിണിയാണ് അമ്മ. അരുന്ധതി പറഞ്ഞു, ദിവ്യശക്തി ഉണ്ട് അമ്മയ്ക്ക്. അമ്മ പറഞ്ഞു, പൂവരുത്, അടുത്ത് പൂവരുത്, ഇത് അഗ്നിയുടെ ഒരു ചതിയാണ്, നിങ്ങൾ കെണിയിൽ പെടാൻ പോവുകയാണ്, പൂവരുത്. അരുന്ധതിക്ക് എല്ലാം സംശയമാണ്. അരുന്ധതി പോലെ അല്ല നിങ്ങൾക്ക് പറ്റില്ല, വല്ലാതെ തണുക്കുന്നുണ്ടെന്ന് പറഞ്ഞ് ഇവര് പോവുകയും അനന്തരം ഈ 6 പെണ്ണുങ്ങൾ അടുത്തു വന്ന സമയത്ത് ആ ശിവ തേജസ് അവരുടെ ശരീരത്തിലെ, അവരുടെ ചർമ്മത്തിലെ സുഷിരങ്ങളിലൂടെ അഗ്നി ആ ദിവ്യ തേജസ് നിക്ഷേപിച്ചു. അങ്ങനെ കുറച്ചു ദിവസങ്ങൾക്കു ശേഷം അവർ ഗർഭിണിയാവുകയും അവിടെ ആ ശിവ തേജസിന്റെ ഉഷ്ണം അവർക്ക് സഹിക്കവയ്യാതെയായി. അങ്ങനെ അവർ ആ ഗർഭത്തിനെ, ആ ഭ്രൂണത്തിനെ നല്ല മഞ്ഞുമലയുള്ള ഏറ്റവും തണുപ്പ് പ്രദേശമായ ഹിമവനിൽ നിക്ഷേപിച്ചു. എങ്ങും തണുപ്പും മഞ്ഞും മൂടിക്കിടക്കുന്ന ഹിമവനു പോലും ആ ഉഷ്ണം സഹിക്കവയ്യാതെ അവിടുത്തെ ഹിമം മഞ്ഞ് ഉരുകി വെള്ളമായി ഒലിച്ചുപോയി. ഹിമവന്റെ നിലനിൽപ്പിനു തന്നെ പ്രശ്നമായി. അങ്ങനെ ഉഷ്ണം സഹിക്കവയ്യാതെ ഹിമവൻ ഏത് കാലാവസ്ഥയിലും അങ്ങേയറ്റം ശീതളമായി ഒഴുകുന്ന ഗംഗാ നദിയിൽ ഈ ശിവ തേജസ്സിനെ നിക്ഷേപിച്ചു. അങ്ങനെ ഗംഗയും ഒഴുകിയപ്പോൾ പതുക്കെ പതുക്കെ അവളുടെ ശീതളമ നഷ്ടപ്പെടുകയും അവളുടെ ശക്തി നഷ്ടപ്പെടുകയും ഗംഗയുടെ കാന്തി നഷ്ടപ്പെടുകയും ആ നദി തിളച്ചു മറിയാൻ തുടങ്ങി. അങ്ങനെ അവൾക്ക് മനസ്സിലായി ഹിമവൻ ശിവ തേജസ് ഇതിൽ വെച്ചിട്ടുണ്ടെന്ന്. അങ്ങനെ ഗംഗ ആ ശിവ തേജസ് ഒരു വലിയ കാട്ടിൽ ഒരു പുൽമേട്ടിൽ വെച്ചു. പുല്ലുകളായിരുന്നു ആ വനം നിറയെ. ആ തരം പുല്ലുകൾ നിറഞ്ഞ വനമായിരുന്നു അത്.
ആ പുല്ലിൽ ശിവ തേജസ് വെച്ച സമയത്തു തന്നെ അങ്ങേയറ്റം ദിവ്യ തേജസ് ഉള്ള ഒരു ബാലൻ വരികയും ആ വനത്തിൽ ശരവനത്തിൽ ആ ദിവ്യ തേജസ് വെച്ചപ്പോൾ ആ ശരവനത്തിൽ നിന്നും ആ ബാലൻ വന്നത് കൊണ്ടാണ് മുരുകന് ശരവണൻ. അത് നമ്മൾ പോകെ പോകെ ശരവണൻ എന്നാണ് പറയുന്നത്. ശരിക്കുള്ള ശരവണൻ. ശരപ്പുല്ലുകൾ നിറഞ്ഞ വനത്തിൽ ശിവ തേജസ് നിക്ഷേപിച്ചതും ആ ശരപ്പുല്ലുകളിൽ ആ ദിവ്യ തേജസ് പതിഞ്ഞ ആ സമയത്തു തന്നെ ഈ ബാലൻ ഉദ്ഭവിച്ചത് കൊണ്ടുമാണത്രേ അദ്ദേഹത്തിന് ശരവണൻ എന്നും പേര് വന്നത്. ഈ ദിവ്യ ബാലൻ വന്ന ആ സമയത്ത് തന്നെ ചോരക്കുഞ്ഞ് കരയാറൊന്നുമില്ലല്ലോ, ഇദ്ദേഹം മിണ്ടി തന്നെ തുടങ്ങി. ആ സമയം വിശ്വാമിത്ര മഹർഷി അവിടെ വരികയും അദ്ദേഹം പറഞ്ഞു, ഞാൻ ജന്മം എടുത്തിരിക്കുകയാണ്, എനിക്ക് പുണ്യാഹ കർമ്മം ചെയ്യൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഇദ്ദേഹത്തിന്റെ വാക്കുകൾ മാനിച്ച് പുണ്യാഹം നടത്തുകയും താൻ ആരാണെന്ന് അദ്ദേഹം പറഞ്ഞില്ല, കുഞ്ഞു വാവ പറഞ്ഞില്ല താൻ ആരാണെന്ന്. അദ്ദേഹത്തിന് ദിവ്യജ്ഞാനം നൽകുകയും ഇവിടെയും വസിഷ്ഠൻ ബ്രഹ്മർഷിയായി മാറി എന്നുമാണ് പറയുന്നത്. ഇതെല്ലാം മുകളിൽ നിന്നും ഒരാൾ കാണുന്നുണ്ടായിരുന്നു. അതാണ് നമ്മുടെ അഗ്നി. അഗ്നിയാണല്ലോ ആദ്യം വിഴുങ്ങിയത്. അങ്ങനെ നോക്കുമ്പോൾ അഗ്നിക്ക് ഇവിടെ ഒരു പിതാവിന്റെ അല്ലെങ്കിൽ മാതാവിന്റെ സ്ഥാനവും ഉണ്ട്. അങ്ങനെ ഉടൻ തന്നെ അഗ്നി ആ ശിശുവിന്റെ അടുത്ത് വരികയും ആ ക്ഷണം തന്നെ അഗ്നി അവന്റെ തേജസ് ഉള്ള ഒരു വേൽ ആ ശിശുവിന് കൊടുക്കുകയും ചെയ്തു. ആ വേൽ കിട്ടിയ ക്ഷണം തന്നെ ശരവണൻ, സ്കന്ദൻ എന്ന് പറഞ്ഞാൽ ഇടതടവില്ലാതെ ഒഴുകുന്നത്, പ്രവഹിക്കുന്നത് എന്നാണ് അർത്ഥം. അത് അങ്ങനെയും ഇദ്ദേഹം ഇടതടവില്ലാതെ ആദ്യം ഈ സപ്തർഷികളുടെ ഭാര്യമാരുടെ ഗർഭത്തിൽ, അനന്തരം ഹിമപർവതത്തിൽ, പിന്നെ ഗംഗയുടെ ഓളങ്ങളിൽ ഇടതടവില്ലാതെ ഒഴുകി നടന്നത് കൊണ്ടുമാണത്രേ ഇദ്ദേഹത്തിന് സ്കന്ദൻ എന്നൊരു പേര് വന്നത്. ഇപ്പോൾ സ്കന്ദൻ എന്നൊരു പേരും അറിഞ്ഞു, ഇപ്പോൾ ശരവണൻ എന്ന പേരും അറിഞ്ഞു. ഇനിയും വരാനുണ്ട് അദ്ദേഹത്തിന്റെ ഒട്ടേറെ നാമങ്ങൾ. പ്ലീസ് ഈ സ്ട്രീമിംഗ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. എന്നും മുരുകനെ തൊഴുന്നവരാണെങ്കിൽ കാർത്തികേയൻ എന്ന പേര് എങ്ങനെ വന്നു, മുരുകൻ എന്ന പേര് എങ്ങനെ വന്നു, സ്വാമിനാഥൻ എന്ന പേര് എങ്ങനെ വന്നു, ഗുഹൻ എന്ന പേര് എങ്ങനെ വന്നു, ഗുരുഗുഹൻ എന്ന പേര് എങ്ങനെ വന്നു എന്നൊക്കെ നിങ്ങൾക്ക് അവസാനം വരെ കാണുക. അങ്ങനെ ഈ വേൽ കിട്ടിയ ക്ഷണം തന്നെ ബാലൻ എന്ന് പോലും പറയാനായിട്ടില്ല, ജനിച്ചിട്ടേ ഉള്ളൂ ആ കുഞ്ഞ്. ആ സമയം തന്നെ ആ വേലുമായി എഴുന്നേറ്റ് ഒരു വലിയ പർവ്വതത്തെ നോക്കി പോവുകയും തന്റെ വേൽ ഉപയോഗിച്ച് ആ പർവ്വതത്തെ കുത്തി പൊട്ടിക്കാൻ തുടങ്ങി. ഇതെല്ലാം ഇന്ദ്രൻ കാണുകയും ഇത് ശിവബാലനാണെന്നറിയാതെ അവൻ തന്റെ വജ്രായുധമായി അവിടെ വന്നു. അങ്ങനെ വജ്രായുധവുമായി വന്ന ഇന്ദ്രൻ അങ്ങനെ ഈ മലകളൊക്കെ പൊട്ടിച്ചു കഴിഞ്ഞാൽ വലിയ പ്രശ്നമാണ്. അതുകൊണ്ട് ആ ബാലനെ പൊട്ടിക്കരുതെന്ന് പറഞ്ഞപ്പോൾ കേട്ടില്ല. അങ്ങനെ തന്റെ ഈ ബാലൻ കേൾക്കാതെ, കുഞ്ഞ് കേൾക്കാതെ ആയപ്പോൾ ഇന്ദ്രൻ തന്റെ വജ്രായുധം കൊണ്ട് ആ കുഞ്ഞു മോനാണെന്ന് പോലും നോക്കാതെ ഇന്ദ്രൻ തന്റെ വജ്രായുധം കൊണ്ട് ആ കുഞ്ഞു മോന്റെ വലതുഭാഗത്ത് അടിച്ചു. വേദനിച്ചില്ല അദ്ദേഹത്തിന്. ആ അടി കൊണ്ട സമയം തന്നെ ശാഖൻ എന്ന് പേരുള്ള ഒരു ശക്തമായ രൂപം പുറപ്പെട്ടു അദ്ദേഹത്തിന്റെ ശരീരത്തിൽ നിന്നും. ഇവിടെ ഇദ്ദേഹത്തിന് ഇട്ടിരിക്കുന്ന പേര് രണ്ട് പേരാണ് ഈ സമയത്ത് ശിവപുത്രന് ലഭിച്ചത്. ആദ്യം ഗംഗ ശരവനത്തിൽ വെച്ചത് കൊണ്ട് അദ്ദേഹത്തിന് ശരവണൻ എന്നും, ഇടതടവില്ലാതെ ഒഴുകി അവസാനം ശരവനത്തിൽ വന്നത് കൊണ്ട് അദ്ദേഹത്തിന് സ്കന്ദൻ എന്ന് പേര് ലഭിക്കുകയും അദ്ദേഹം ഈ മലയെ തന്റെ വേലുകൊണ്ട് പൊട്ടിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ പേര് സ്കന്ദൻ എന്നാണ് ശിവപുരാണം പറയുന്നത്. ഈ കഥ ഞാൻ പറയുന്നത് ശിവപുരാണത്തിലെ രുദ്ര സംഹിതയിലെ കുമാരകാണ്ഡത്തിലെ അധ്യായം 1 മുതൽ 12 വരെ ആസ്പദമാക്കിയാണ്. അപ്പൊ ശിവപുരാണത്തിൽ ഈ ഒരു ഘട്ടത്തിൽ അദ്ദേഹത്തിന് പറഞ്ഞിരിക്കുന്ന പേര് സ്കന്ദൻ എന്നാണ്. അങ്ങനെ ആ സ്കന്ദന്റെ വലതുഭാഗത്ത് പ്രഹരമേറ്റപ്പോൾ ശാഖൻ എന്നൊരുത്തൻ വരികയും ഇടത് തോളിൽ വീണ്ടും അടിച്ചപ്പോൾ വിശാഖൻ എന്നൊരു ഒരു ദിവ്യ രൂപം വരികയും ഇതോടെയും അവൻ നിർത്തിയില്ല. ഇന്ദ്രൻ ആ കുഞ്ഞു മോന്റെ ഹൃദയത്തിൽ തന്നെ അടിച്ചു. ആ ഹൃദയത്തിൽ നിന്നും നൈഖമൻ എന്ന് പേരുള്ള ഒരു ദിവ്യ രൂപം വന്നു. അങ്ങനെ ഇന്ദ്രന്റെ മുന്നിൽ അങ്ങേയറ്റം തേജസ്സോടെ സ്കന്ദൻ
ശാകൻ, വിശാഖൻ, നൈഖമൻ എന്ന 4 രൂപമാണ് അവിടെ പ്രത്യക്ഷപ്പെട്ടത്. അങ്ങനെ ഇതെല്ലാം മുകളിൽ നിന്നും 27 നക്ഷത്രത്തിലെ ഒരു നക്ഷത്രമായ കാർത്തിക നക്ഷത്രത്തിലെ 6 മാതാക്കളായ കാർത്തിക പെണ്ണുങ്ങൾ കാണുന്നുണ്ടായിരുന്നു. അങ്ങനെ അവർ വന്ന് അദ്ദേഹത്തെ അവരുടെ ലോകത്തേക്ക്, നക്ഷത്ര ലോകത്തേക്ക് കൂട്ടിക്കൊണ്ടു പോവുകയും ഈ ജനിച്ചപ്പോൾ തന്നെ അഭൗമമായ ദിവ്യമായ സൗന്ദര്യമായിരുന്നു അദ്ദേഹത്തിന്. അപ്പോൾ ആരാണ് ആദ്യം സ്തനപാനം ചെയ്യിക്കുക ഈ കുഞ്ഞിനെ എന്നുള്ള ഒരു തർക്കം വന്നപ്പോൾ എല്ലാ അമ്മമാരുടെ അടുത്ത് നിന്നും ഒരേ നേരം തന്നെ ഞാൻ സ്തനപാനം ചെയ്യാമെന്ന് പറഞ്ഞ് 6 കാർത്തിക പെണ്ണുങ്ങളുടെ സ്തനത്തിൽ നിന്നും ഒരേ നേരം ഈ സ്കന്ദൻ സ്തനപാനം ചെയ്യുകയും അതിനായി 6 മുഖം എടുത്തത് കൊണ്ട് അദ്ദേഹത്തിന് 6 മുഖൻ, ഷഠാനനൻ, ഷഡ്മുഖൻ, അത് നമ്മൾ ഷൺമുഖൻ എന്നും പറയുന്നു. അങ്ങനെ ആ 6 കാർത്തിക മാതാക്കളുടെ സംരക്ഷണത്തിൽ, വാത്സല്യത്തിൽ ആ മോൻ വളർന്നു തുടങ്ങി. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം അദ്ദേഹത്തിന്റെ വേലുമായി ദേവസഭയിലെത്തി അദ്ദേഹത്തിന്റെ ദിവ്യത്വം കാണിക്കുകയും ആരാണ് മോൻ, മോന്റെ അച്ഛനും അമ്മയും ആരാണ്, മോൻ എവിടെ നിന്നാണ് വരുന്നത് എന്നൊക്കെ മഹാവിഷ്ണു ബ്രഹ്മാവ് ചോദിച്ചിട്ട് പോലും ഒരു ചിരി ചിരിച്ചെന്നല്ലാതെ താൻ ആരാണെന്നോ തന്റെ ദിവ്യത്വം എന്താണെന്നോ ആ മോൻ വെളിപ്പെടുത്തിയില്ല. അങ്ങനെ കാലങ്ങൾ കുറെ കഴിഞ്ഞപ്പോൾ കൈലാസത്തിൽ ഒരു ദിവസം പാർവതി ശിവനോട് പറഞ്ഞു, അങ്ങ് ഒരു കാര്യം മറന്നുവോ? നമ്മളുടെ ആ ദിവ്യലീലയ്ക്ക് ഭംഗം വരുത്തിയ അന്ന് അങ്ങയുടെ തേജസ് അഗ്നി വിഴുങ്ങിയല്ലോ. അങ്ങയുടെ തേജസ് ഒരിക്കലും നിഷ്ഫലമാവുകയില്ലല്ലോ. ആ തേജസ്സിൽ നിന്നും ഒരു കുഞ്ഞ് ഉദ്ഭവിച്ചോ, അതോ അതങ്ങനെ നിഷ്ഫലമായി പോയോ? എന്റെ മനസ്സ് പറയുന്നത് അതിൽ നിന്നും ഒരു ശിശു ഉദ്ഭവിച്ചിട്ടുണ്ടാവുമെന്നാണ്. ആ ശിശു ഇപ്പോൾ എവിടെയാണ് ജനിച്ചിരിക്കുന്നത്? അവൻ ആരുടെ സംരക്ഷണത്തിലാണ് വളരുന്നത്? നമ്മുടെ പുത്രനല്ലേ? നമ്മുടെ കൈലാസത്തിലല്ലേ അവൻ ഉണ്ടാവേണ്ടത്? അങ്ങ് ഒന്ന് എന്നോട് പറയാമോ? അങ്ങയുടെ ദിവ്യദൃഷ്ടി എന്തിനെല്ലാം അങ്ങ് ഉപയോഗിക്കുന്നു? ഒരു മാതൃത്വത്തിന്റെ പേരിൽ ഞാൻ ചോദിക്കുകയാണ്, നമ്മുടെ പുത്രൻ എവിടെയാണ് ഇപ്പോൾ ഉള്ളത്? അങ്ങനെ പാർവതിയുടെ വാക്കുകൾ മാനിച്ച് ശിവന് മനസ്സിലായി, നക്ഷത്ര ലോകത്ത് 6 കാർത്തിക പെണ്ണുങ്ങളുടെ സംരക്ഷണത്തിൽ മിടുക്കനായ മോൻ വളരുന്നുണ്ടെന്ന്. ഈ കാര്യം പാർവതിയോട് പറഞ്ഞപ്പോൾ ആ ക്ഷണം തന്നെ അമ്മ മാതൃവാത്സല്യം കൊണ്ട് വിശ്വകർമാവിനെ വിളിച്ച് 100 ചക്രങ്ങളുള്ള ഒരു ദിവ്യ രഥം പണിയുകയും അതിന് മനസ്സിനേക്കാൾ വേഗത്തിൽ പായാനുള്ള ശക്തി ആ രഥത്തിന് അമ്മ കൊടുക്കുകയും വീരഭദ്രനെയും നന്ദികേശനെയും കാർത്തിക പെണ്ണുങ്ങളോട് സംസാരിച്ച് തന്റെ പുത്രനെ കൊണ്ടുവരുവാൻ ദൂതയച്ചു. ആ സമയം ഭഗവതി കൈലാസം മുഴുവനും ഒരു വിവാഹ എന്ന പോലെ, ഒരു മഹാ ഉത്സവം എന്ന പോലെ അലങ്കരിച്ചത്രേ. അങ്ങനെ വീരഭദ്രനും നന്ദികേശനും കാർത്തിക മാതാവിന്റെ അവിടെ എത്തി എല്ലാ കാര്യങ്ങളും പറയുകയും ഇത് ശിവപുത്രനാണെന്നും ഇവനെ കാത്ത് ഇവന്റെ മാതാപിതാക്കളായ ശിവനും പാർവതിയും കാത്തിരിക്കുകയാണെന്നും ഇവനൊരു ജന്മ ഉദ്ദേശമുണ്ടെന്നും അവനെ തങ്ങളോടൊപ്പം വിട്ടു തരണമെന്നും പറഞ്ഞപ്പോൾ തങ്ങളാണ് അവന്റെ മാതാവെന്നും അവരുടെ സ്തനപാനം ചെയ്താണ് ഇത്രയും അവർ വളർത്തിയതെന്നും അങ്ങനെ മകനെ വിട്ടുതരാൻ പറ്റില്ലെന്നും പറഞ്ഞു. അങ്ങനെ ആ സമയത്ത് കാർത്തിക പെണ്ണുങ്ങളുടെ സംരക്ഷണത്തിൽ വളർന്നത് കൊണ്ട് സ്കന്ദന് വേറൊരു പേരും ലഭിച്ചു, കാർത്തികേയൻ. ആ 6 കാർത്തിക മാതാക്കളും അദ്ദേഹത്തെ വിളിച്ചിരുന്നത് കാർത്തികേയ എന്നാണ്. ഇപ്പൊ അർജുനന് കുന്തിപുത്ര കൗന്ദേയ, കർണന് രാധേയ, ദേവകി നന്ദന എന്നൊക്കെ കൃഷ്ണനെ പറയുന്നില്ലേ? പണ്ട് അമ്മയുടെ പേരിലാണ് മകൻ അറിഞ്ഞിരുന്നത്. അതുപോലെ ഇവിടെ ഈ 6 മാതാക്കൾ കാർത്തിക പെണ്ണുങ്ങളുടെ പുത്രനായി വളർന്നത് കൊണ്ടാണ് നമ്മുടെ സ്കന്ദന് കാർത്തികേയൻ എന്നൊക്കെ പേര് വന്നത്. ഇത് കണ്ട് അദ്ദേഹം പറഞ്ഞു, അമ്മ പേടിക്കണ്ട, ഞാൻ അങ്ങനെ പോവില്ല. ഇവരാരും യുദ്ധത്തിന് വരില്ല. വന്നാൽ അമ്മയെ സംരക്ഷിക്കാൻ ഞാനില്ലേ എന്ന് പറഞ്ഞപ്പോൾ നന്ദി പറഞ്ഞു, നിനക്കൊരു ജന്മ ഉദ്ദേശമുണ്ട് മോനെ. താരകാസുരന്റെ ശല്യം സഹിക്കവയ്യ. ബ്രഹ്മാണ്ടത്തിനെ രക്ഷിക്കുക എന്നുള്ളതാണ് നിന്റെ ഉദ്ദേശം. നിന്റെ അമ്മയും അച്ഛനോടും ഞാൻ എന്താണ് പറയുക? മോൻ ഞങ്ങളോടൊപ്പം വരണം.
അങ്ങനെ നന്ദികേശന്റെ വാക്കുകൾ മാനിച്ച് അദ്ദേഹം ആ രഥത്തിൽ കയറിയപ്പോൾ അദ്ദേഹത്തിന്റെ ഒപ്പം തന്നെ പരിപോഷിപ്പിച്ച് സുരക്ഷിതമായി വളർത്തിയ ആ 6 മാതാക്കളെയും അദ്ദേഹം കൂടെ കൈലാസത്തിലേക്ക് കൂട്ടി. അങ്ങനെ ശിവപുത്രൻ കൈലാസത്തിലേക്ക് വന്നു എന്ന് അറിഞ്ഞ് ആ സമയം കൈലാസത്തിൽ അദ്ദേഹം പ്രവേശിക്കുന്ന ആ സമയത്ത് തന്നെ കൈലാസത്തിൽ അഷ്ടദശ വാദ്യങ്ങളും മുഴങ്ങി, ശംഖ് മുഴങ്ങി, അഷ്ടദശ വാദ്യങ്ങൾ മംഗളനാദങ്ങൾ മുഴങ്ങി, പുഷ്പവൃഷ്ടി നടത്തി. എല്ലാ തെരുവുകളിലും അപ്സരസുകൾ അവരുടെ ഗാനവും നൃത്തവും അവതരിപ്പിച്ചു. കൈലാസത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും ഭഗവതി മാണിക്യവും മരകതവും കൊണ്ടാണ് പുത്രനെ വരവേൽക്കാനായി ഒരുക്കിയിരുന്നത്. അങ്ങനെ ശിവപുത്രൻ അവിടെ വന്നിറങ്ങുകയും ആദ്യത്തെ പ്രാവശ്യം പുത്രനെ ശിവനും പാർവതിയും കാണുകയാണ്. അങ്ങനെ കണ്ടപ്പോൾ തന്നെ ശിവബാല എന്ന് പറഞ്ഞ് പാർവതി പോയി അവനെ വാരി പുണരുകയും അങ്ങനെ ശിവൻ മടിയിൽ ഇരുത്തിയപ്പോൾ ശിവന്റെ കഴുത്തിലുള്ള വാസുകി നാഗവുമായി ഈ മകൻ കളിക്കാൻ തുടങ്ങി എന്നും അതിൽ വളരെയധികം ശിവൻ സന്തോഷിച്ചു എന്നും ആ സന്തോഷത്തിൽ മഹേശ്വരന്റെ കണ്ടമിടറിയതായും ശിവപുരാണം പറയുന്നു. അങ്ങനെ വേണ്ട രീതിയിൽ ശിവപുത്രനെ സ്വീകരിക്കുകയും അനന്തരം അദ്ദേഹത്തിന് വേണ്ട രീതിയിൽ അഭിഷേകം നടത്തുകയും ചെയ്തു. അങ്ങനെ അഭിഷേകം നടത്തിയ സമയത്ത് ആ വിശിഷ്ട അതിഥികളായി എല്ലാ ദേവന്മാരും ബ്രഹ്മാവ്, വിഷ്ണു എല്ലാവരും തന്നെ അവിടെ വന്നിരുന്നു. അങ്ങനെ അവരെല്ലാവരും ദിവ്യ സമ്മാനങ്ങളും ഇദ്ദേഹത്തിന് നൽകി. ബ്രഹ്മാവ് നൽകിയത് ഗായത്രി മന്ത്രം, അദ്ദേഹത്തിന്റെ കമണ്ഡലുവിലെ ദിവ്യജലം, കുശപ്പുല്ല്, ബ്രഹ്മജ്ഞാനം എന്നിവ നൽകിയപ്പോൾ മഹാവിഷ്ണു വൈജയന്തി മാല, സുദർശന ചക്രം എന്നിവയാണ് നൽകിയത്. ശിവൻ അദ്ദേഹത്തിന്റെ ത്രിശൂലവും പാശുപതാസ്ത്രവും പിനാകധനുസും നൽകിയപ്പോൾ അഷ്ടദിക്പാലകന്മാർ നിങ്ങൾക്കറിയാം. അതിൽ ഇന്ദ്രൻ വജ്രായുധവും അഗ്നി ആദ്യമേ വേൽ നൽകി, അതിനോടൊപ്പം തന്നെ തോമരം നൽകി. ദേവി മഹാത്മ്യത്തിൽ ആദ്യത്തെ അധ്യായത്തിൽ നമ്മുടെ ധ്യാന ശ്ലോകത്തിൽ ദശഭുജയായി നിൽക്കുന്ന മഹാകാളിയെ നമ്മൾ ധ്യാനിക്കുമ്പോൾ വരുന്നതാണ് തോമരം. അതായത് അഗ്നി. കയ്യില് ഒരു പാത്രത്തിൽ അമ്മ അഗ്നി വെച്ചിട്ടുണ്ടാവും. പണ്ടത്തെ കാലത്തെ മിസൈലിന് തുല്യമായിട്ടാണ് അത്രേ യുദ്ധങ്ങളിൽ ഇത് പ്രയോഗിച്ചിരുന്നത്. അങ്ങനെ അഗ്നി വേലിനോടൊപ്പം ആദ്യമേ ജനിച്ചപ്പോൾ തന്നെ അഗ്നി മാത്രം പോയി കണ്ടു, വേൽ കൊടുത്തെന്ന് പറഞ്ഞല്ലോ. ഈ അഭിഷേകം ശിവപുത്രനായി വന്ന് ഈ അഭിഷേകം ചെയ്യുന്ന സമയത്ത് അഗ്നി വീണ്ടും ഒരു സമ്മാനം നൽകി, തോമരം. അതാണ് ഇന്നത്തെ മിസൈൽ. പിന്നെ യമൻ കൊടുത്തത് പാശവും നിർയതി, അതായത് തെക്കു പടിഞ്ഞാറ് ദിശയുടെ അധിപനായ നിർയതി കൊടുത്തത് ഖഡ്കം അല്ലെങ്കിൽ വാളും, വരുണൻ കൊടുത്തത് വരുണപാശവും, വായു കൊടുത്തത് ധ്വജവും അങ്കുശവുമായിരുന്നു. കുബേരൻ ഗദയും, അങ്ങനെ വടക്കുകിഴക്കിന്റെ അധിപനായ ഈശാനൻ കൊടുത്തത് ത്രിശൂലവുമായിരുന്നു. സൂര്യദേവൻ കൊടുത്തത് മനസ്സിനേക്കാൾ വേഗത്തിൽ സഞ്ചരിക്കാൻ കഴിയുന്ന ദിവ്യരഥവും കവചവും നൽകിയപ്പോൾ ചന്ദ്രൻ അമൃതം നിറച്ച പാത്രം നൽകി. ക്ഷീരസാഗരം അമൂല്യ രത്നങ്ങളും മണികളും പതിച്ച് വളരെ ദിവ്യമായ പാദ ആഭരണം നൂപുരം നൽകിയപ്പോൾ ഇമവൻ ദിവ്യ വസ്ത്രങ്ങളും ആഭരണങ്ങളും നൽകി. ഗരുഡൻ തന്റെ പുത്രനായ ചിത്രബർഹണനെ തന്നെ നൽകിയപ്പോൾ അരുണൻ ശക്തനായ താമ്രചൂടൻ എന്നൊരു കോഴിയെ നൽകി. അപ്പോൾ നിങ്ങൾക്ക് വിചാരിക്കും സ്കന്ദന്റെ പല ചിത്രങ്ങളിലും ഈ കോഴിയാണോ, ഈ താമ്രചൂടൻ എന്ന് പറയുന്ന കോഴിയാണോ വരുന്നതല്ല. ആ കോഴിക്ക് വേറെ ഒരു കഥയുണ്ട്, പോകെ പറയാം. അങ്ങനെ അമ്മ എന്താണ് കൊടുത്തത്? അമ്മ പാർവതി എന്താ കൊടുത്തേ? വളരെ വിശിഷ്ടമായ ഒരു സമ്മാനമാണ് അമ്മ പാർവതി മകന് മനസ്സറിഞ്ഞു കൊടുത്തത്. എന്തായിരുന്നു അത്? സകല ഐശ്വര്യവും ഉണ്ടാവട്ടെ, ദീർഘായുസ് ലഭിക്കട്ടെ, സകല ശക്തിയും ലഭിക്കട്ടെ, ഏറ്റെടുക്കുന്ന കാര്യങ്ങളെല്ലാം നിന്റെ വിജയിക്കട്ടെ. ഇതിൽ കൂടുതൽ എന്താണ് വലിയ സമ്മാനം? ലക്ഷ്മിയും കൊടുത്തു, മനോഹരമായ മാലയും
കുറെ ദിവ്യ സമ്പത്തും കൊടുത്തപ്പോൾ സാവിത്രി ദേവി സിദ്ധവിദ്യ നൽകി അനുഗ്രഹിച്ചു. ഇതെല്ലാം ഉണ്ണി വാങ്ങിയിട്ടോ. ഉണ്ണി ചെറിയ കുട്ടിയല്ലേ, കുറെ സമ്മാനങ്ങൾ കിട്ടുന്നുണ്ട്, അഭിഷേകമൊക്കെ നടത്തുകയാണ്, കുറെ ആൾക്കാർ വരുന്നുണ്ട്, താനാണ് ഇന്നത്തെ വലിയ വിശിഷ്ട വ്യക്തി. പക്ഷെ ഉണ്ണിയാണ്, ചെറിയ കുട്ടിയാണ്. അവസാനം അവൻ മിഴിച്ചിട്ട് പാർവതിയോട് ചോദിച്ചു, അമ്മേ എന്തിനാണ് ഈ അഭിഷേകം? അവിടെ അമ്മയുടെ മുമ്പിൽ ഈ ജനിച്ചപ്പോൾ തന്നെ പർവ്വതം തുരന്ന വലിയ ഒരു ദിവ്യമായ ഒരു പ്രവൃത്തി ചെയ്യാൻ വന്ന ആ കുഞ്ഞ് അമ്മയുടെ അടുത്ത് സത്യമായ ഒരു കുഞ്ഞായി മാറിയിട്ട് ചോദിക്കുകയാണ് നിഷ്കളങ്കമായിട്ട്, അമ്മ എന്തിനാണ് ഈ അഭിഷേകം? ഇത് കേട്ട് പാർവതിക്ക് ചിരി വരികയും ബ്രഹ്മാവ് പറഞ്ഞു, മകനെ, ഈ അഭിഷേകം നിനക്ക് നടത്തുന്നത് ഒരു ദിവ്യ ഉദ്ദേശത്തോടെയാണ് നീ വന്നിരിക്കുന്നത്. അതിന് നിന്നെ പാകപ്പെടുത്താനാണ് ഈ അഭിഷേകം ചെയ്യുന്നത്. എന്താണ് ആ ദിവ്യോദ്ദേശം? താരകാസുര വധം. അങ്ങനെ എല്ലാ പുണ്യ നദികളും അവിടെ കൈലാസത്തിൽ ആ ദിവസം ഒഴുകി വന്നത്രേ. ആ ഉണ്ണിക്ക് അഭിഷേകം നടത്താനായി സകല പുണ്യ നദികളുടെയും വെള്ളം എടുത്താണത്രേ ആ ഉണ്ണിക്ക് അഭിഷേകം നടത്തിയത്. അങ്ങനെ ദേവകാര്യത്തിനായി അന്ന് സ്കന്ദൻ, ശിവബാലൻ, കാർത്തികേയൻ, അന്ന് അദ്ദേഹത്തിന് ഒരു പേരും കൂടി ലഭിച്ചു. വളരെ ഭംഗിയായിരുന്നു അത്രേ അന്ന് കാണാൻ. അഗസ്ത്യൻ അദ്ദേഹത്തിന് ഒരു പേര് നൽകി. തമിഴിൽ മുരുഗ് എന്ന് പറഞ്ഞാൽ ദിവ്യ സൗന്ദര്യം എന്നാണ് അർത്ഥം. മുരുകായിട്ടുണ്ടല്ലോ, ആ ദിവ്യ സൗന്ദര്യത്തിന് ഉടമയായ ആ മകന് അഗസ്ത്യനും ഒരു പേര് നൽകി. ദിവ്യ സൗന്ദര്യത്തിന് ഉടമയായ ആ ഉണ്ണിക്ക് മുരുകൻ എന്നൊരു പേരും ലഭിച്ചു. അങ്ങനെ ഈ ഉണ്ണിയുടെ അഭിഷേകം കഴിഞ്ഞു. അദ്ദേഹത്തിന് ദിവ്യ ഉദ്ദേശം എന്താണെന്നും പറഞ്ഞു കൊടുത്തു. അപ്പോൾ ഉണ്ണി കണ്ണു മിഴിച്ചില്ല കേട്ടോ, ഞാനോ കൊല്ലാനോന്നോ ഒന്നുമില്ല. അങ്ങനെ അദ്ദേഹം താരകാസുര വധത്തിനായി അഭിഷേകം ചെയ്തു. അതിനിടയിൽ അദ്ദേഹത്തിന്റെ കൈലാസത്തിൽ, അമ്മയോടും അച്ഛനോടൊപ്പം അദ്ദേഹം കൈലാസത്തിൽ നിൽക്കുന്ന സമയത്ത് ഒരു ദിവസം അവിടെ ഒരു ബ്രാഹ്മണൻ വന്നിട്ട് പറഞ്ഞു, ഞാൻ വലിയൊരു യാഗം നടത്തുകയാണ്, കുറെ ദിവസം നീണ്ടു നിൽക്കുന്ന യാഗമാണ്, അതിന്റെ അവസാനം ബലിയായി ഞാൻ ഒരു ആടിനെ കൊടുക്കാൻ വെച്ചിരിക്കുകയായിരുന്നു, കുറെ ദിവസമായി ആടിനെ കാണാനില്ല, എനിക്ക് എല്ലാ ലോകത്തിലും പോവാനുള്ള അനുമതിയുണ്ട്, ഈ ബ്രഹ്മാണ്ടം മുഴുവനും അന്വേഷിച്ചു മോനെ, ആ ആടിനെ കാണുന്നില്ല, നിന്റെ അടുത്ത് വന്ന് പറഞ്ഞാൽ നീ ഒരു പരിഹാരം കണ്ട് എത്തിത്തരുമെന്ന് ദേവന്മാര് പറഞ്ഞു, മോനെ ഒന്ന് തേടിത്താന്ന് പറഞ്ഞു. ഉടൻ തന്നെ അദ്ദേഹത്തിന്റെ ഉറ്റമിത്രവും സഹായിയുമായ വീരബാഹു ഇനെ വിളിച്ചു വരുത്തി, ഈ അമ്മാവന്റെ ആടിനെ കാണാനില്ലത്രേ, അതിനെ പോയി തേടിയിട്ട് വാ, എന്നിട്ട് അദ്ദേഹത്തിനെ അവിടെ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു, കാത്തു നിൽക്കാൻ പറഞ്ഞു. അങ്ങനെ വീരബാഹു തേടി ചെന്നപ്പോ ദാ ആ ആട് വൈകുണ്ഠത്തിൽ ഇരിക്കുന്നു, വൈകുണ്ഠത്തിൽ കെട്ടിയിട്ടിരിക്കുകയാണ്. ആ കെട്ടിയിട്ടത് ആടിനെ പിടിച്ചിട്ടില്ല, അവിടെ വല്ലാതെ പ്രശ്നം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ആട്. അങ്ങനെ വീരബാഹു കുറെ ബുദ്ധിമുട്ടി ആടിനെ ശാന്തനാക്കാൻ. അങ്ങനെ ആടിന്റെ കൊമ്പിലൊക്കെ പിടിച്ച് ശാന്തനാക്കി അതിനെ കെട്ടി, ഒരു കയറുകൊണ്ട് കെട്ടി സ്കന്ദന്റെ അടുത്തേക്ക് കൊണ്ടുവന്ന് പറഞ്ഞു, ദാ കിട്ടിയിട്ടോ, വൈകുണ്ഠത്തിൽ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അപ്പൊ പറഞ്ഞു, ബ്രാഹ്മണൻ പറഞ്ഞു, എന്നാ ഞാൻ പോയിക്കോട്ടെ, ഒരുപാട് നന്ദി, പാടില്ല, കുറച്ചുകൂടി നിൽക്കൂന്ന് പറഞ്ഞിട്ട് ഈ ഉണ്ണി ആ ആടിന്റെ മുകളിൽ കയറി 48 മിനിറ്റ്, മുഹൂർത്തം എന്നാണ് പറയാ, ഒരു മുഹൂർത്തം എന്ന് പറഞ്ഞാൽ ഇന്നത്തെ 48 മിനിറ്റ് ആണ്. ആ 48 മിനിറ്റ് കൊണ്ട് ബ്രഹ്മാണ്ടം മുഴുവൻ കറങ്ങി വന്നു. ആ ആടിന്റെ മുകളിൽ ഇരുന്ന് സ്കന്ദൻ, മുരുകൻ, കാർത്തികേയൻ, ശരവണൻ, ഷഠാനനൻ, എന്ത് പേര് വേണമെങ്കിലും വിളിക്കാം, ആ ആടിന്റെ മുകളിൽ കയറി ഇരുന്ന് 48 മിനിറ്റ് കൊണ്ട് ഒരു പ്രദക്ഷിണം വെച്ചിട്ട് വന്നു ബ്രഹ്മാണ്ടം മുഴുവനും. ആ ആടിനും ഒരു ക്ഷീണം ഉണ്ടായിരുന്നില്ല, വളരെ സന്തോഷമായിരുന്നു ആടിന്. മുഴുവൻ ബ്രഹ്മാണ്ടവും കണ്ടല്ലോ, വേൾഡ് ടൂർ. അങ്ങനെ ഈ വന്നപ്പോ അദ്ദേഹം പറഞ്ഞു, ഇനി ഈ ആടിനെ ഞാൻ വിട്ടുതരില്ല, ഇത് കൊല്ലപ്പെടേണ്ട ഒരു ആടല്ല, അതുകൊണ്ട് ഇനി ഇത് എന്റെ സംരക്ഷണത്തിൽ ഇരുന്നോട്ടെ. അപ്പൊ എന്റെ യാഗം അങ്ങ് എന്റെ അടുത്ത് തന്നെ വന്ന് പറഞ്ഞില്ലേ, എന്റെ ഈ ദിവ്യത്വം കൊണ്ട് അങ്ങയുടെ യാഗത്തിന് ഒരു ഭംഗവും വരില്ല, അങ്ങയുടെ യാഗം നല്ല ഭംഗിയായി തന്നെ പൂർത്തിയായി എന്ന് കരുതിക്കോളൂ.
അങ്ങനെ കരുതിക്കോളൂ, അല്ല പൂർത്തി തന്നെ ആയിട്ടുണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ ഇതിന്ന് നമുക്ക് കിട്ടുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇദ്ദേഹം ഒരു അപാര ദിവ്യശക്തിയുടെ മാത്രം ഉടമയല്ല, അഭയം തേടി വരുന്നവനെ അനുഗ്രഹിക്കുകയും കരുണ കാണിക്കുകയും ഒപ്പം സംരക്ഷിക്കുകയും ചെയ്യുന്നവനാണ് ശിവബാലനായ മുരുകൻ. അങ്ങനെ ഈ ഒരു സംഭവത്തിൽ നിന്നും, ഈ ദിവ്യ നിയോഗത്തിന് എന്തുകൊണ്ടും ഇതൊരു കേപ്പബിൾ ആണ് ഈ മോൻ എന്നുള്ള കാര്യം വിഷ്ണുവിനും മറ്റു ദേവന്മാർക്കും മനസ്സിലായി. അങ്ങനെ അവർ പറഞ്ഞു, മോനെ കുറെ സമയം പോയി, ഇനി നമുക്ക് താരകാസുരനെ വധിക്കണം. അതുകൊണ്ട് താരകാസുരനെ വധിക്കാനായിട്ടുള്ളത് യുദ്ധത്തിന് പുറപ്പെട്ടോളൂ. ആ ശരി, നമുക്ക് യുദ്ധത്തിന് പുറപ്പെടാലോ അമ്മാവ എന്ന് പറഞ്ഞു. മഹാവിഷ്ണു അമ്മാവനാണല്ലോ. അങ്ങനെ ഈ ദേവന്മാരുടെ സൈന്യാധിപനായി അദ്ദേഹത്തെ നിയമിച്ചു. ആ അഭിഷേകം നടത്തിയ അതിനുശേഷം ഈ യുദ്ധത്തിന് മുന്നേ അദ്ദേഹത്തിന് സേനാധിപതി, മഹാസേനാധിപതി, ദേവന്മാരുടെ സേനാധിപതി, ദേവസേനാധിപതി എന്നൊരു പേരും കിട്ടി. ഇപ്പൊ തന്നെ ഒരുപാട് പേരുകളായില്ലേ? കഥ തുടങ്ങി 10-15 മിനിറ്റ് തന്നെ എത്ര പേരുകളായി നോക്കൂ. ആദ്യം ശരവണൻ, സ്കന്ദൻ, കാർത്തികേയൻ, മുരുകൻ, പിന്നെ സേനാധിപതി, ദേവസേനൻ. അങ്ങനെ ദേവന്മാരുടെ സൈന്യം ഒരു കുഞ്ഞു ബാലന്റെ നേതൃത്വത്തിൽ തന്റെ സൈന്യവുമായി യുദ്ധം ചെയ്യാൻ വരുന്നുണ്ടെന്ന കാര്യം താരകാസുരൻ അറിഞ്ഞ് അവൻ വല്ലാതെ ചിരിച്ചു. താരകാസുരന് വേറെയും അനിയന്മാരുണ്ട്. ആ അനിയന്മാരിൽ പ്രമുഖരാണ് സിംഹമുഖൻ, ശൂരപത്മൻ. അതേപോലെ തന്നെ അവന്റെ ഉറ്റ ചങ്ങാതിമാരിൽ 2 പേരായിരുന്നു ബാണൻ, പ്രലംബൻ. നിങ്ങൾ ഏത് ഈ അസുരനെ വേണമെങ്കിൽ എടുത്തു നോക്കിക്കോളൂ കേട്ടോ. അവർക്കൊക്കെ 2 ചങ്ങാതിമാരുണ്ടാവും ഇങ്ങനെ പിരികേറ്റാൻ വേണ്ടിയിട്ട്. ഭണ്ഡാസുരൻ ആണെങ്കിൽ വിശങ്കൻ, വിശുക്രൻ. മഹിഷാസുരൻ ആണെങ്കിൽ ദുർധരൻ, ദുർമുഖൻ. അതേമാതിരി നിശുംബന്മാരാണെങ്കിൽ വലിയൊരു പട തന്നെയുണ്ട്. അതിൽ ഏറ്റവും പ്രമാണിമാരായ ചങ്ങാതിമാരാണ് ചണ്ടനും മുണ്ടനും. അതേപോലെ തന്നെ ഇവിടെ ഈ അസുരനുമുണ്ട് 2 ഉറ്റ ചങ്ങാതിമാർ, സഹോദരന്മാരല്ലാതെ, പ്രലംബനും ബാണനും. എന്ത് പറ്റി അവർക്കൊക്കെ നമുക്ക് നോക്കാം. ഇവരെല്ലാരും കൂടി ചിരിക്കുകയാണ്. പ്രലംബൻ, ബാണൻ, ശൂരപത്മൻ, സിംഹമുഖൻ, ഇവരൊക്കെ ചിരിക്കുകയാണ്. ദേവന്മാരിത് എന്ത് കണ്ടിട്ടാ? 10 വയസ്സ് പോലും തികഞ്ഞിട്ടില്ലാത്ത ഒരു കുഞ്ഞുമായിട്ടാണ് യുദ്ധത്തിന് വരുന്നത്, അതും നമ്മളോട്. നമുക്ക് നോക്കാം, നമ്മുടെ ജോലി ഈസി ആയല്ലോ. അങ്ങനെ എല്ലാം വിചാരിച്ച് യുദ്ധം തുടങ്ങി. ആദ്യ ദിവസം പൊടി പടർന്നു, ഭയങ്കര യുദ്ധമായിരുന്നു. ദേവന്മാർ തോറ്റുപോയി എന്നൊരു ഘട്ടം വന്നു. ഇന്ദ്രനൊക്കെ ബോധരഹിതനായി ആ യുദ്ധഭൂമിയില് അസുരന്മാരുടെ അടിയേറ്റു ബോധരഹിതനായി വീണു. അങ്ങനെ മഹാവിഷ്ണു യുദ്ധത്തിനിറങ്ങി. അദ്ദേഹത്തിനും ഒരു ഘട്ടത്തിൽ പിൻവാങ്ങേണ്ടി വന്നു. അങ്ങനെ ഒരു അറ്റ കൈ എന്നോണം നമ്മുടെ മഹേശ്വരന്റെ ജടയിൽ നിന്നും വന്ന വീരഭദ്രൻ അവൻ ഇറങ്ങി. അവന് കുറച്ച് പിടിച്ചു നിന്നുട്ടോ. അങ്ങനെ അവൻ കൊല്ലാൻ പോവാണ് എന്നൊരു ഘട്ടം വന്നപ്പോൾ ബ്രഹ്മാവ് ഇടപെട്ട് പറഞ്ഞു, നീ കൊല്ലരുത്, നിന്റെ കൈ കൊണ്ടല്ല അവൻ മരിക്കേണ്ടത്, അവൻ മരിക്കേണ്ടത് വേറൊരാളുടെ കൈ കൊണ്ടാണ്. ആ നിയോഗം നീ ആയിട്ട് മാറ്റരുത്, നീ പിൻവാങ്ങണം എന്ന് പറഞ്ഞപ്പോൾ ആ ഉണ്ണി യുദ്ധഭൂമി കയറി. ഈ ഉണ്ണിയെ കണ്ട് വല്ലാതെ ചിരിച്ചു. ഈ ചിരിക്കുക മാത്രല്ല, ഈ സുബ്രഹ്മണ്യനെ കണ്ട് വല്ലാതെ ചിരിക്കുക മാത്രല്ല, ഈ ഒരു ഘട്ടത്തിൽ ഞാൻ സുബ്രഹ്മണ്യൻ എന്നൊരു പേര് ഉപയോഗിക്കരുത്. ആ പേര് വരുന്നത് പിന്നീട് അദ്ദേഹത്തിന്റെ ഒരു വീടുമായി ബന്ധപ്പെട്ടാണ് ഈ പേര് വരുന്നത്. നമുക്കിവിടെ സ്കന്ദൻ എന്ന് പറയാം. ആ സ്കന്ദൻ കുഞ്ഞു മോനല്ലേ, അവനെ കണ്ട് വല്ലാതെ ചിരിക്കുക മാത്രമല്ല, ഇതുവരെ വന്ന എല്ലാ ദേവന്മാരെ പറ്റി വല്ലാതെ പരിഹസിച്ച് ഇകഴ്ത്തി ചിരിച്ച് മറിയുകയായിരുന്നു ഇവരെല്ലാവരും. അങ്ങനെ ഈ മോൻ മഹേശ്വരനെയും പാർവതിയെയും മനസ്സിൽ സ്മരിച്ചുകൊണ്ട് അവന്റെ ശക്തി ആയുധമായ വേൽ കൊണ്ട് ആദ്യം അസുരന്മാരുടെ സൈന്യത്തെ നല്ല രീതിയിൽ വകവരുത്തുകയും അതിൽ പകുതി സൈന്യം ഓടിപ്പോവുകയും ചെയ്തു. അങ്ങനെ അവസാനം യുദ്ധം നേരിട്ടായി. താരകാസുരനും സ്കന്ദനും തമ്മിൽ നേർക്കുനേർ.
ആ ഉണ്ണിയെ ആദ്യത്തെ പ്രാവശ്യം ശക്തമായി പ്രഹരിച്ച് ഒരു ചെറിയ രീതിയിൽ സ്കന്ദൻ ബോധരഹിതനായി വീണെങ്കിലും ഒരു ക്ഷണം കൊണ്ട് അദ്ദേഹം എഴുന്നേറ്റ് മഹേശ്വരനെ മനസ്സിൽ സ്മരിച്ചുകൊണ്ട് തന്റെ ദിവ്യായുധമായ വേല് സകല ശക്തിയോടും കൂടി താരകാസുരന്റെ മേൽക്ക് എറിയുകയും ആ അസുരൻ ഒരു അങ്ങനെ വീഴുകയും ചെയ്തു. ഒരു വൻ വൃക്ഷം വീഴുന്ന പോലെ യുദ്ധഭൂമിയിൽ അവൻ വീണുപോയി. ആ താരകാസുര വധം നടന്ന ആ ക്ഷണം തന്നെ ദേവന്മാർ പുഷ്പവൃഷ്ടി നടത്തുകയും ആനന്ദ നൃത്തം ചെയ്യുകയും ബ്രഹ്മാവും വിഷ്ണുവും ശിവനും പാർവതിയും അവരുടെ പത്നിമാരോടൊപ്പം വന്ന് എല്ലാവരും ആ ബാലന് നീരാഞ്ജനം ഒഴിയുകയും മംഗള ആർത്തി ഒഴിയുകയും ചെയ്തു. അങ്ങനെയുള്ളപ്പോൾ ആണ് ക്രൗഞ്ചൻ എന്നൊരു മല സ്കന്ദന്റെ അടുത്ത് വന്ന് പറഞ്ഞത്, അങ്ങ് താരകാസുരനെ വധിച്ചു, പക്ഷേ അവന്റെ ഒരു ചങ്ങാതിയുണ്ട് ബാണൻ, അവൻ എന്നെ വല്ലാതെ ദ്രോഹിക്കുന്നു, അങ്ങ് എന്നെ രക്ഷിക്കണം. അങ്ങനെ ഈ ബാണനെയും അദ്ദേഹത്തിന്റെ വേല് കൊണ്ട് വധിച്ചു. അതിനുശേഷം കുറച്ചു നാളുകൾക്ക് ശേഷം ആദിശേഷന്റെ മകനായ കുമുദൻ എന്ന പേരുള്ളൊരു നാഗം സ്കന്ദന്റെ അടുത്ത് വരികയും വല്ലാതെ വേറൊരു മിത്രമായ പ്രലംബൻ നാഗങ്ങളെ വല്ലാതെ ദ്രോഹിക്കുന്നുണ്ടെന്നും അതിൽ പ്രത്യേകിച്ച് കുമുദനെ വല്ലാതെ ദ്രോഹിക്കുന്നുണ്ടെന്നും പറഞ്ഞു. അങ്ങനെ കുമുദന്റെ വാക്കുകൾ മാനിച്ച് അദ്ദേഹം സ്കന്ദൻ പ്രലംബനെയും വധിച്ചു. ഇനി ബാക്കിയുള്ളത് ആരാണ്? രണ്ട് സഹോദരന്മാരായ സിംഹമുഖനും ശൂരപത്മനും. അങ്ങനെ കുമുദൻ പറഞ്ഞു, അങ്ങ് എന്നെ കൈയൊഴിയരുത്, ഞാനും അങ്ങോടൊപ്പം കൂടിക്കോട്ടെ. അങ്ങനെ ആ നാഗത്തെയും അദ്ദേഹം വിട്ടില്ല. അങ്ങനെ നിങ്ങൾ മുരുകന്റെ ഒരു പടം നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ മയിലിന്റെ അടുത്തായിട്ട് ഒരു നാഗവും നിങ്ങൾക്ക് കാണാം. ആ നാഗമാണ് കുമുദൻ, ആദിശേഷന്റെ പുത്രനായ കുമുദൻ. ഇത് വരുന്നത് ശിവപുരാണത്തിലെ രുദ്ര സംഹിതയിലെ കുമാരകാണ്ഡത്തിലാണ്. അങ്ങനെ ഇനി രണ്ട് സഹോദരന്മാരെയും വിട്ടുവയ്ക്ക വയ്യ. അങ്ങനെ ആദ്യം സ്കന്ദൻ പറഞ്ഞു, വലിയൊരു യുദ്ധം തീർന്നല്ലേ ഉള്ളൂ, എന്തുമാത്രം നഷ്ടമാണ്, എത്ര പേർ മരിച്ചു വീഴുന്നു, എത്ര പേർക്ക് പരിക്കേൽക്കുന്നു, നമുക്കൊരു യുദ്ധം ഒഴിവാക്കാം, നമ്മൾക്കൊരു സന്ധി ചെയ്യാം. അങ്ങനെ അതിനായിട്ട് സ്കന്ദൻ അദ്ദേഹത്തിന്റെ ഉറ്റമിത്രവും അദ്ദേഹത്തിന്റെ സഹായിയും വിശ്വസ്തനുമായ വീരബാഹുവിനെ സൂരപത്മാവിനോടും സിംഹമുഖനോടും സന്ധി സംഭാഷണത്തിനായി അയച്ചപ്പോൾ, നടക്കില്ല, നിങ്ങൾക്ക് യുദ്ധമല്ലാതെ വേറെ ഒന്നും വേണ്ട എന്ന് പറഞ്ഞു. ശരി, യുദ്ധമെങ്കിൽ യുദ്ധം, ശരി എന്ന് പറഞ്ഞ് അങ്ങനെ സ്കന്ദൻ ഇവരുമായും യുദ്ധത്തിന് പോയി. അങ്ങനെ ഈ യുദ്ധത്തിൽ സിംഹമുഖൻ എന്ന് പറയുമ്പോൾ സിംഹത്തിന്റെ മുഖമുള്ള ഒരു ഘോരമായ അസുരനായിരുന്നു ഈ സിംഹമുഖൻ. വലിയ ഘോരമായ യുദ്ധം തന്നെ നടന്നു. 6 ദിവസം ഈ യുദ്ധം നീണ്ടു നിന്നു എന്നാണ് പറയുന്നത്. അങ്ങനെ ആ യുദ്ധത്തിന്റെ 6 ദിവസത്തിന്റെ ഇടയിൽ ഒരിക്കൽ ആദ്യം വധിക്കപ്പെട്ടത് സൂരപത്മാവിന്റെ സഹോദരനായ ഇവനായിരുന്നു. സിംഹമുഖൻ വധിക്കപ്പെട്ടു. അങ്ങനെ സിംഹമുഖനും മരിച്ചു, താരകാസുരനും മരിച്ചു. ഇനി താൻ മാത്രമേ ബാക്കിയുള്ളൂ. തന്റെ 2 സഹോദരന്മാരുടെയും മരണത്തിന് നല്ല രീതിയിൽ തന്നെ ഞാൻ പ്രതികാരം ചെയ്യുമെന്ന് സകല ശക്തിയും എടുത്ത് ആ സൂരപത്മൻ സ്കന്ദനുമായി യുദ്ധത്തിനിറങ്ങി. വീണ്ടും വൻ യുദ്ധം തുടർന്നു. അവൻ പല വേഷങ്ങളും മാറി വന്നു. അവനൊരു അസുരൻ മാത്രല്ല, മായാവിയുമായിരുന്നു. അന്വേഷിച്ചു നോക്കിയാൽ നമ്മുടെ മഹിഷാസുരന്റെ കുടുംബക്കാരനായിരിക്കും. കാരണം അവിടെ മഹിഷാസുരനും 8 പ്രാവശ്യം തന്റെ രൂപം മാറ്റുന്നുണ്ടല്ലോ. ദേവി മഹാത്മ്യത്തിലെ 3-ാമത്തെ അധ്യായത്തിൽ മഹിഷാസുര വധം, അതിൽ അമ്മ ഭഗവതി അവനെ വധിക്കുന്നതിന് മുമ്പ് 8 പ്രാവശ്യമാണ് അവൻ രൂപം മാറ്റിയത്. സിംഹമായി വന്നു, കാളയായി വന്നു, മനുഷ്യനായി വന്നു, സിംഹമായി വന്നു. പക്ഷെ അപ്പോഴൊന്നും ഭഗവതി വധിച്ചില്ല. അവന്റെ സ്വത്വം എപ്പോൾ പുറത്തു വന്നോ ആ ക്ഷണം ഭഗവതി മഹിഷാസുര മർദ്ദിനിയായി ആ മഹിഷനെ വധിച്ചു അല്ലേ. അതുകൊണ്ട് നോക്കിയാൽ ഇവനും അവരൊക്കെ ചിലപ്പോൾ കുടുംബക്കാരായിരിക്കും.
അങ്ങനെ ഇവനും പലവട്ടം രൂപം മാറി മാറി പിടിച്ചു നിൽക്കാൻ പറ്റാതെ ആയപ്പോൾ അവൻ ഒരു വൻ വൃക്ഷമായി മാറി. അങ്ങനെ ആ വൻ വൃക്ഷമായി മാറിയ ആ സമയത്ത് കുഞ്ഞി മോനായിരുന്ന ആ ജനിച്ച ക്ഷണം തന്നെ ആ വേൽ എപ്പോ തന്റെ കയ്യിൽ കിട്ടിയോ അപ്പോൾ തന്നെ പർവ്വതം തുറന്ന ആൾക്ക് ഇപ്പോൾ ആ ശൈശവാവസ്ഥ മാറിയല്ലോ. ആ ഒരു വൃക്ഷത്തിനെ തകർക്കാനാണോ അദ്ദേഹത്തിന് പാട്? അങ്ങനെ അദ്ദേഹം ആ വേല് കൊണ്ട് ആ വൃക്ഷത്തിനെ രണ്ടായി പിളർന്നു. അങ്ങനെ വൃക്ഷത്തിന്റെ രൂപത്തിൽ നിന്നിരുന്ന സൂരപത്മൻ ഒരു വൃക്ഷമായി മാറി അതിൽ രണ്ട് ഭാഗമായി പിളർന്നു പോവുകയും അതിൽ ഒരു ഭാഗത്തിൽ നിന്നും അവന്റെ ഒരു ഭാഗം ആ വൃക്ഷത്തിന്റെ ഒരു ഭാഗത്തിൽ നിന്നും മയിൽ വരികയും ആ വൃക്ഷത്തിന്റെ മറ്റേ ഭാഗത്തിൽ നിന്നും ഒരു പൂവൻ കോഴി വരികയും ചെയ്തു. അങ്ങനെ അദ്ദേഹം മയിലിനെ വാഹനമാക്കിയപ്പോൾ പൂവൻ കോഴിയെ അദ്ദേഹത്തിന്റെ കൊടിയിൽ വെച്ചു. നമ്മൾ വൃഷധ്വജ എന്ന് ശിവനെ പറയുന്നു, വിഷ്ണുവിനെ ഗരുഡധ്വജ എന്ന് പറയുന്നു. നമ്മുടെ സ്കന്ദൻ എന്ന് ഇതിൽ തമിഴിൽ ഈ പൂവൻ കോഴിക്ക് സേവൽ എന്നാണ് പറയാറ്. അങ്ങനെ ഇദ്ദേഹത്തിന് കൊടിയിൽ പൂവൻ കോഴിയാണ്, സേവലാണ്, അത് സൂരപത്മനാണ്. അങ്ങനെ ഈ സൂരപത്മന്റെ അഹങ്കാരത്തെ നശിപ്പിക്കുക മാത്രമല്ല അദ്ദേഹം പരിവർത്തനം വന്ന് സദാ സർവ നേരവും ആ സൂരപത്മൻ ഒരു വാഹനമായും അദ്ദേഹത്തിന്റെ കൂറയിൽ ഒരു പൂവൻ കോഴിയുമായി മാറി. അങ്ങനെ ഇതാണ് സ്കന്ദൻ അല്ലെങ്കിൽ നമ്മുടെ മുരുകൻ വധിച്ച അസുരന്മാർ. ആദ്യം വധിച്ചത് താരകാസുരൻ, ബാണൻ, പ്രലംബൻ, സിംഹമുഖൻ, സൂരപത്മൻ. ഈ സൂരപത്മ വധവുമായി ബന്ധപ്പെട്ട് നമ്മുടെ പുണ്യഭൂമിയായ ഭാരതത്തിൽ തമിഴ്നാട്ടിൽ ഒരു ക്ഷേത്രമുണ്ട്. അതും ഞാൻ പറയാം, പക്ഷെ അതൊരു ക്രമത്തിലേ പറഞ്ഞു പോവാൻ പറ്റുകയുള്ളൂ. ഞാൻ ആദ്യം പറഞ്ഞല്ലോ അദ്ദേഹത്തിന് പ്രധാനമായിട്ട് 6 പടൈ വീടുകളാണ് ഉള്ളത്. ആ 6 പടൈ വീടിൽ ഒരു ക്ഷേത്രം ഈ സൂരപത്മനുമായി ബന്ധപ്പെട്ടാണ് കിടക്കുന്നത്. ഈ പത്മവധം നടന്ന ദിവസം സ്കന്ദ ഷഷ്ഠിയായിരുന്നു. അതാണ് 6 ദിവസം നീണ്ടു നിന്നതെന്ന് ഞാൻ പറഞ്ഞത്. 6ാമത്തെ ദിവസം അവൻ ആ മരമായി മാറിയപ്പോൾ വേല് കൊണ്ട് അദ്ദേഹം പിളർന്നതും ആ മരം രണ്ടായി വേർതിരിഞ്ഞതും ഒന്ന് മയിലും ഒന്ന് പൂവൻ കോഴിയുമായി വന്ന ആ ദിവസം സ്കന്ദ ഷഷ്ഠിയായിരുന്നു. അങ്ങനെ അദ്ദേഹം ആ അസുരനിൽ തന്നെ വലിയൊരു പരിവർത്തനം തന്നെ കൊണ്ടുവന്നു. അങ്ങനെ ഇതെല്ലാം ചെയ്ത അദ്ദേഹത്തിന്റെ ജന്മകഥ നമ്മൾ കേട്ടു. സ്കന്ദൻ, മുരുകൻ, ശരവണൻ, കാർത്തികേയൻ എന്നുള്ള പേരുകൾ, ദേവസേനാധിപതി, മഹാസേനാധിപതി എന്നുള്ള പേരുകളെല്ലാം നമ്മൾ കേട്ടു. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് വേറെയും ചില സുബ്രഹ്മണ്യൻ സ്കന്ദന്റെ പേരുകളാണ്. എങ്ങനെ അദ്ദേഹത്തിന് സുബ്രഹ്മണ്യൻ എന്ന പേര് വന്നു? എവിടെയാണ് അദ്ദേഹം സെന്തിലാണ്ടവനായി നിൽക്കുന്നത്? എന്താണ് ഈ ദണ്ഡായുധ പാണി എന്ന് വിളിക്കാൻ കാരണം? എങ്ങനെയാണ് മുരുകന് സ്വാമിനാഥ സ്വാമി എന്നൊരു പേര് ലഭിച്ചത്? എങ്ങനെയാണ് അദ്ദേഹത്തിന് തണികേശൻ എന്നൊരു പേര് ലഭിച്ചത് എന്നൊക്കെ നോക്കണമെങ്കിൽ നമുക്ക് ഒരു 6 വീടിൽ ഒരു വെർച്വൽ യാത്ര പോവാം. അതിൽ ആദ്യത്തെ ഇദ്ദേഹത്തിന്റെ വീട് നിൽക്കുന്നത് മധുരൈ ജില്ലയിലാണ് അദ്ദേഹത്തിന്റെ ആദ്യത്തെ വീട്. ആ ആദ്യത്തെ വീടിന്റെ പേരാണ് തിരുപ്പരംകുൻട്രം. ഇതിന്റെ ഇടയിൽ നിങ്ങൾ ചോദിക്കും, ഇദ്ദേഹം വിവാഹം കഴിച്ചില്ലേ? ശിവപുരാണം വിവാഹം കഴിച്ചതായി പറയുന്നില്ല. പത്മപുരാണത്തിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇന്ദ്രന്റെ പുത്രിയായ ദേവേന്ദ്രൻ എന്നും പേരുണ്ടല്ലോ ഇന്ദ്രന്. ദേവേന്ദ്രന്റെ പുത്രിയായ ദേവയാനൈ, അവൾക്ക് ദേവസേന എന്നും പേരുണ്ട്. അവളെ ഈ യുദ്ധത്തിനു ശേഷം കല്യാണം കഴിപ്പിച്ചു നൽകി, പുത്രിയെ സ്കന്ദനുമായി കല്യാണം കഴിപ്പിച്ചു നൽകി എന്ന് പറയുന്നതും അങ്ങനെ ഈ തിരുപ്പരംകുൻട്രം എന്ന് പറയുന്ന ആദ്യത്തെ വീട് വിവാഹവുമായി ബന്ധപ്പെട്ട് അവിടെ സ്കന്ദൻ
ദേവസേനയും ഒത്ത് വസിക്കുന്നുവെന്നാണ് പറയുന്നത്. അങ്ങനെ ശൂരപത്മനെയും അസുര സൈന്യത്തെയും എല്ലാവരെയും പരാജയപ്പെടുത്തി ദേവേന്ദ്രന്റെ പുത്രിയായ ദേവസേനയെയും വിവാഹം ചെയ്ത് ഇവിടെ വാഴുന്നു എന്നാണ് പറയുന്നത്. പുരാതനമായ ഒരു മല തുരന്ന് നിർമ്മിച്ച ഒരു ക്ഷേത്രം ആണ് ഇത്. ആ ക്ഷേത്രം ഒരു മല തുരന്ന് ആണ് അവിടെ ക്ഷേത്രം പണിതിരിക്കുന്നത്. ഇവിടെ മൂലവിഗ്രഹത്തിന് അഭിഷേകമില്ല. പുരാതന ശിലാശില്പങ്ങൾ സംരക്ഷിക്കുന്നതിന്റെ ഭാഗമായി തിരുപ്പറം കുன்றത്തിൽ നേരിട്ട് അഭിഷേകം നടത്താറില്ല. അതിനു പകരം അവിടെ ആ വിഗ്രഹത്തിന് ചന്ദനക്കാപ്പ് അല്ലെങ്കിൽ ചന്ദന മിശ്രിതം സമർപ്പിക്കുന്നതാണ് ഒരു പതിവ്. ഇവിടെ വിവാഹവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നത് കൊണ്ട് രണ്ട് നൈവേദ്യം അല്ലെങ്കിൽ രണ്ട് പ്രസാദമാണ് ഇവിടെ വളരെ മുഖ്യമായിട്ടുള്ളത്. ഒന്ന് ലഡ്ഡു, രണ്ടാമത്തേത് കൽക്കണ്ട ചോറ്. കൽക്കണ്ട്, ഉണക്കമുന്തിരി, പാൽ, കുറച്ച് പാൽ, പിന്നെ പഞ്ചസാര, ഇതെല്ലാം ചോറിലിട്ട് നന്നായിട്ട് വരട്ടിയെടുക്കുന്ന കൽക്കണ്ട ചോറും ലഡ്ഡുവുമാണ് ഇവിടത്തെ തിരുപ്പറം കുன்றത്തിലെ പ്രസാദം. ഇത് നിൽക്കുന്നത് മധുരൈ ജില്ലയിലാണ്. ആദ്യത്തെ വീടാണ്. ഇവിടത്തെ പ്രധാന ഉത്സവം പങ്കുനി ഉത്രമാണ്. അത് ദിവ്യ വിവാഹത്തെ അനുസ്മരിപ്പിക്കുന്നു. ആ രീതിയിലാണ് ഇവിടെ ആ വിവാഹം, തിരുക്കല്യാണം ആഘോഷിച്ചു വരുന്നത്. ഇനി രണ്ടാമത്തെ വീടാണ് അദ്ദേഹത്തിന്റെ തിരുച്ചെന്തൂർ. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പേര് ഉപയോഗിച്ച് ലോപിച്ചു പോയതാണ്. തിരുസെന്തിലൂർ. സെന്തിൽ എന്ന് പറയുന്ന ആ സ്കന്ദന്റെ തിരു എന്ന് പറഞ്ഞാൽ ശ്രീ എന്നൊക്കെ പറയുന്നില്ലേ? നമ്മൾ ഒരു ബഹുമാനം പെണ്ണുങ്ങൾക്ക് കല്യാണം കഴിഞ്ഞവരാണെങ്കിൽ ശ്രീമതി എന്ന് പറയും. പുരുഷന്മാരെ ശ്രീ എന്ന് പറയുന്നില്ലേ? അതുപോലെ തമിഴിൽ തിരു എന്ന് പറയും. തിരു സെന്തിലിന്റെ നാട് എന്ന അർത്ഥത്തിലാണ് തിരുസെന്തിലൂർ എന്ന ഒരു അർത്ഥം അവിടെ വന്നത്. ഈ ക്ഷേത്രം നിൽക്കുന്നത് തമിഴ്നാട് ജില്ലയിലെ തൂത്തുക്കുടിയിലാണ്. ഇവിടെയാണ് അദ്ദേഹം സൂരപത്മനെ വധിച്ചത്. ഇവിടെയാണ് സൂരപത്മനുമായുള്ള യുദ്ധം നടന്നത്. ഇവിടെയാണ് നമുക്ക് പറയാം ആദ്യം എന്താ പറയാ, അദ്ദേഹം ഒരു സന്ധി സംഭാഷണത്തിന് അയച്ചതും എല്ലാം ഇവിടെ വെച്ചാണ്. ഈ തിരുച്ചെന്തൂരിലേക്കാണ് അദ്ദേഹം വീരബാഹുവിനെ വിട്ടതും. പിന്നീടാണ് യുദ്ധമല്ലാതെ വേറെ വഴിയില്ല എന്ന് പറഞ്ഞപ്പോൾ സൈന്യവുമായി വന്ന് 6 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു യുദ്ധം നടത്തിയതും അവസാനം പല വേഷങ്ങൾ മാറി മാറി അയാൾ അവസാനം ഒരു വൃക്ഷമായി മാറുകയും ആ വൃക്ഷത്തിനെ 6ാമത്തെ ദിവസം, ഷഷ്ടി ദിവസം അദ്ദേഹം വേലുകൊണ്ട് പിളർത്തി മയിലും അദ്ദേഹത്തിന്റെ കൊടിയിലുള്ള പൂവൻ കോഴിയും വന്നത് ഈ ക്ഷേത്രത്തിലാണ്. ഈ യുദ്ധത്തിന് ശേഷം അദ്ദേഹത്തിന്റെ, നമ്മുടെ സ്കന്ദന്റെ, സെന്തിലിന്റെ സൈന്യത്തിന് വല്ലാതെ ദാഹിച്ചത്രേ. അവിടെ കടൽ പ്രദേശമാണ്, കടൽ വെള്ളം കുടിക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് നിങ്ങളുടെ ദാഹം അങ്ങ് ശമിപ്പിക്കണം എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം വേല് കൊണ്ട് ഭൂമിയിൽ ഒരു കുത്തി തുറന്ന് അങ്ങനെ അവിടെ നിന്നും ശുദ്ധജലം അവർക്ക് കൊടുക്കുകയും ആ കടലിനോടടുത്താണ് ഈ കിണർ നിൽക്കുന്നതെങ്കിലും ഒരു തുള്ളി പോലും ഉപ്പുരസം ആ കിണറിൽ നിന്നും വരുന്ന വെള്ളത്തിന് ഇല്ല എന്നാണ് പറയുന്നത്. നാഴിക്കിണർ എന്നാണ് തിരുച്ചെന്തൂരിലെ ഈ കിണറിന്റെ പേര്. ആ വെള്ളം കുടിച്ചാണത്രേ അവർ ദാഹം ശമിപ്പിച്ചത്. തിന്മയെ നശിപ്പിക്കുക മാത്രമല്ല, അതിന്റെ ശക്തിയെ പോലും ദൈവിക വഴിയിലേക്ക്, അഹങ്കാരത്തിന്റെ, അജ്ഞതയുടെ ആ ഒരു ശക്തി, അജ്ഞത എന്ന് പറയുന്നത് ഒരു ചീത്ത ശക്തിയാണല്ലേ, ആ ശക്തിയെ പോലും ദൈവിക വഴിയിലേക്ക് കൊണ്ടുവന്ന് ഒരു പരിവർത്തനം, ഒരു ചേഞ്ച്, മാറ്റം, പരിവർത്തനമാണ് ഇവിടെ അദ്ദേഹം നടത്തിയത്. ഇപ്പോൾ നമ്മൾ ആദ്യത്തെ തിരുപ്പറം കുன்றത്തിൽ നമ്മൾ മെയിൻ ആയിട്ട് കണ്ടത് ഇതായിരുന്നു, ലഡ്ഡുവും കൽക്കണ്ട ചോറും. ഇവിടെ മെയിൻ ആയിട്ട് പ്രസിദ്ധം എന്താണെന്ന് വെച്ചാൽ
ഇലൈ വിഭൂതിയാണ്. ഒരു പ്രത്യേക പന്നീർ ഇലയിൽ ഭസ്മം പൊതിഞ്ഞു കൊടുക്കുമത്രേ. അപ്പൊ ആ ഇലയുടെ ചില ആ ഔഷധ ഗുണം കാരണം ആ ഭസ്മം കുറേയേറെ നാൾ കേടുകൂടാതെ ഇരിക്കുമെന്നും ഇലയിൽ പൊതിഞ്ഞു കൊടുക്കുന്ന വിഭൂതി ആയതുകൊണ്ട് ഇലൈ വിഭൂതി എന്നാണ് ഇവിടെ പറയുന്നത്. പിന്നെ ഇവിടെ പ്രത്യേകമായ ഒരു നൈവേദ്യം എന്താണെന്ന് വെച്ചാൽ ഇവിടത്തെ മുരുകന് പാലഭിഷേകം വളരെ പ്രധാനമാണ്. ഇവിടെ കൊടുക്കുന്ന വേറൊരു നൈവേദ്യം, അവിടെ നമ്മൾ കണ്ടത് കൽക്കണ്ട ചോറും ലഡ്ഡുവുമാണെങ്കിൽ രണ്ടാമത്തെ വീട്ടിൽ തിരുച്ചെന്തൂരിൽ ഇദ്ദേഹത്തിന്റെ നൈവേദ്യം തിരുപ്പാകം ആണ്. അത് പാല് കുറുക്കി ആ കുറുക്കിയ പാലിൽ നെയ്യും പഞ്ചസാരയും ചേർത്ത് ഉണ്ടാക്കുന്ന ഒരു സവിശേഷമായ ഒരു നൈവേദ്യമാണ് തിരുപ്പാകം. ഇവിടത്തെ ഏറ്റവും വലിയ ഉത്സവം 6 ദിവസം നീണ്ടു നിൽക്കുന്ന സ്കന്ദഷഷ്ഠിയാണ്. 6ാമത്തെ ദിവസം ഇവിടെ സൂരസംഹാരം നടത്തുന്നു. അത് ആചാരപരമായി അതിന്റെ ഒരു പുനരാവിഷ്കാരവും അവിടെ നടക്കുന്നുണ്ടെന്നും അത് കാണാനായി ലോകത്തിന്റെ തന്നെ വിവിധ ഭാഗങ്ങളിലുള്ള ഭക്തർ എത്തിച്ചേരാറുണ്ടെന്നാണ് പറയുന്നത്. ഇനി 3ാമത്തെ വീടാണ് തമിഴ്നാട്ടിലെ ദിണ്ടുക്കൽ ജില്ലയിലുള്ള പഴനി. പഴനിമല എന്ന് പറയുമ്പോൾ ഇത് 3ാമത്തെ വീടാണ്. അതിന്റെ ആ മലയുടെ മുകളിലാണ് ഇവിടെ സ്കന്ദൻ ഇരിക്കുന്നത്. അതിന്റെ ആ മലയുടെ അടിവാരത്തിൽ തിരുവാവിൻകുടി എന്ന് പറഞ്ഞൊരു ക്ഷേത്രവുമുണ്ട്. അതാണത്രേ ശരിക്കും അറുപടൈ വീടിൽ വരേണ്ടിയിരുന്നത് എന്ന് നക്കീരൻ, ഒരു തമിഴ് കവി പറഞ്ഞിട്ടുണ്ടത്രേ. പക്ഷെ ഇവിടെ നമ്മൾ എടുക്കുന്നത് പഴനിയാണ്. പഴനി, പഴം നീ എന്നതാണ് പഴനി ആയത്. ഇവിടെ അദ്ദേഹം വേലല്ല, ഒരു വലിയ കമ്പ് ദണ്ഡം ആണ് പിടിച്ചിരിക്കുന്നത്. ഇവിടെ അദ്ദേഹം ശിവപാലനാണല്ലോ. രാജകീയമായ വേഷഭൂഷാദികളും കിരീടവും ആഭരണങ്ങളും എല്ലാം ഉപേക്ഷിച്ച് ഒരു കൗബീനം ഉടുത്ത് ഒരു വടിയും പിടിച്ച് ദണ്ഡായുധ പാണി, ദണ്ഡം എന്ന് പറഞ്ഞ ആയുധം എന്ന് പറഞ്ഞാൽ ഒരു കമ്പ്, അതിനെ ആയുധമാക്കി കയ്യിൽ പാണിയിൽ പിടിച്ചിരിക്കുന്നത് കൊണ്ട് ഇവിടെ സ്കന്ദന്റെ പേര് ദണ്ഡായുധ പാണി. എന്താണ് ഇത്ര അദ്ദേഹത്തിന് വൈരാഗ്യം? എന്താണ് വൈരാഗ്യം എന്ന് പറഞ്ഞാൽ ഒരു വിരക്തി. എന്താണ് അദ്ദേഹം എല്ലാം ഉപേക്ഷിക്കുവാൻ കാരണം? നമ്മളൊക്കെ ചെറുതായിരിക്കുമ്പോൾ ഒരു മുത്തശ്ശി കഥ പോലെ നമ്മൾ കേട്ടതായിരിക്കും അല്ലെ? ഒരു ദിവസം ശിവനും പാർവതിയും ഗണേശനും കാർത്തികേയനും ഇരിക്കുമ്പോൾ നാരദ മുനി ഒരു മാമ്പഴം കൊണ്ടുവരികയും ആര് ആദ്യം ബ്രഹ്മാണ്ടത്തെ ചുറ്റി വരുന്നോ ആ പഴം അവർക്ക് കൊടുക്കാമെന്ന് ശിവനും പാർവതിയും ഒരു മത്സരം വെക്കുകയും അങ്ങനെ ഉടനെ തന്നെ ഇദ്ദേഹം മയിലുമായി പോയി ബ്രഹ്മാണ്ടം ചുറ്റി വരികയും അങ്ങനെ എന്റെ ബ്രഹ്മാണ്ടം എന്റെ മാതാപിതാക്കളാണ്, അതിൽ എന്റെ പിതാവാണെന്ന് പറഞ്ഞ് ആ ഗണപതി ചുറ്റി വരികയും ഈ ബ്രഹ്മാണ്ടം മുഴുവൻ ചുറ്റി വരുന്ന ആ സമയത്ത് ഗണേശൻ അവിടെ ഇരുന്ന് വളരെ ആസ്വദിച്ച് ആ മാമ്പഴം കഴിക്കുന്നത് കണ്ട് ദേഷ്യം വരികയും ചെയ്തു എന്നാണ് പറയുന്നത്. ഇതൊരു മുത്തശ്ശി കഥയല്ല. ഈ കഥ വരുന്നത് സ്കന്ദ പുരാണത്തിലെ അരുണാചല മാഹാത്മ്യത്തിലാണ്. കാരണം അന്ന് ഈ ഗണപതി പറഞ്ഞതിന്റെ പിന്നിൽ ഒരു പൊരുളുണ്ട്. അത് സ്കന്ദ പുരാണത്തിലെ അരുണാചല മഹാത്മ്യം നിങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാകും. ആ സമയം ആ ഗണപതി ശിവനെ കണ്ടത് പിതാവായിട്ടല്ല, മറിച്ച് അരുണാചലേശ്വരനായിട്ടായിരുന്നു. അരുണാചലേശ്വരൻ എന്ന് പറയുന്നത് തേജോമയ ലിംഗമാണ്, അഗ്നി ലിംഗമാണ്. ആ അഗ്നിയുടെ ആ ഉഷ്ണം ബ്രഹ്മാണ്ടത്തിന് സഹിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഈ രൂപം മാറ്റി അങ്ങൊരു ശാന്തമായ ലിംഗമായി ഭൂമിയിൽ വസിക്കണമെന്ന് ബ്രഹ്മാവും വിഷ്ണുവും പറഞ്ഞപ്പോൾ അങ്ങനെ തേജോമയ ലിംഗമായി ഒരു പർവ്വതത്തിന്റെ രൂപത്തിൽ തിരുവണ്ണാമലൈ അരുണാചലേശ്വരരായി ശിവൻ വരികയും പഞ്ചഭൂതലിംഗ സ്ഥലത്തിലെ അഗ്നി തത്വത്തെയാണ് ഈ ക്ഷേത്രം പ്രതിനിധീകരിക്കുന്നത്. പഞ്ചഭൂതലിംഗ സ്ഥലത്തിന്റെ വീഡിയോ ഞാൻ വാസുകി ടോക്സിൽ ചെയ്തിട്ടുണ്ട്. ആ പ്ലേലിസ്റ്റും അതിൽ പ്രത്യേകിച്ച് അരുണാചലേശ്വരർ ക്ഷേത്രത്തിന്റെ കഥ ഞാൻ കമന്റിൽ പിൻ ചെയ്തു വെക്കാം, ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുക്കാം. കാരണം ഇത് പറയാൻ കാരണം നമ്മൾ ഇതുവരെ കരുതിയിരുന്നത് അച്ഛനും അമ്മയുമാണ് എന്റെ ലോകം എന്ന് വിചാരിച്ചാണ് ഗണപതി പ്രദക്ഷിണം വെച്ചത്. എന്നാൽ അരുണാചല മഹാത്മ്യം പറയുന്നത് ആ പ്രദക്ഷിണം വെക്കുന്ന സമയത്ത് ഗണപതി കണ്ടിരുന്നത് അച്ഛനായിട്ടല്ല,
അരുണാചലേശ്വരനായിട്ടും അരുണാചലേശ്വരന് ഏറ്റവും ഇഷ്ടം ആ മലയെ ഗിരിവലം, അരുണാചല മലയെ പ്രദക്ഷിണം വയ്ക്കുന്ന ഗിരിവലം വരുന്നതാണ്. അങ്ങനെ ആ അരുണാചലേശ്വരന്റെ ഒപ്പം അവിടെ പാർവതി ദേവി വസിക്കുന്നത് അഭിത കുജാമ്പാൾ ആയിട്ടാണ്. അവർ രണ്ടുപേരും അവിടെ ഒരുമിച്ചിരിക്കുന്നുണ്ട്. അവിടെ ശിവപാർവതിമാരാണ്, തന്റെ മാതാപിതാക്കളാണെന്ന് നോക്കാതെ അരുണാചലേശ്വരനും അഭിത കുജാമ്പാളുമാണെന്ന് മനസ്സിൽ അവരെ സ്മരിച്ചുകൊണ്ടാണത്രേ ഗണപതി അന്ന് വലം വെച്ചത്. ഈ കഥ നല്ല സ്പഷ്ടമായിട്ട് സ്കന്ദപുരാണത്തിലെ അരുണാചല മഹാത്മ്യത്തിൽ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഇതൊരു മുത്തശ്ശി നമുക്ക് ചോറ് തരാൻ വേണ്ടിയിട്ട് പറഞ്ഞൊരു കഥയല്ല, ഈ പുരാണത്തിൽ ഈ കഥയുണ്ട്. അങ്ങനെ ഇതിൽ പിണക്കം വന്ന സ്കന്ദൻ അപ്പോൾ തന്നെ എല്ലാം ഉപേക്ഷിച്ച് അച്ഛനമ്മയ്ക്കും എന്നെ വേണ്ട, ഞാൻ വരുന്നതിന് മുന്നേ പഴം അവന് കൊടുത്തു എന്ന് പറഞ്ഞ് പിണങ്ങി ആ ദിവ്യമായ ആ രാജകുമാരന്റെ ഭാവം സകലതും ഉപേക്ഷിച്ച്, എല്ലാം ഉപേക്ഷിച്ച് വൈരാഗിയായി സന്യാസിയായി ഒരു കമ്പ് മാത്രം എടുത്ത് പഴനിമലയുടെ മുകളിൽ പോയി ഇരുന്നപ്പോൾ പാർവതിയും ശിവനും അവിടെ പോയി ഒരു കാര്യം പറഞ്ഞത്രേ. അമ്മ പാർവതി ആ സമയത്ത് മകനോട് പറഞ്ഞത്രേ, എന്തിനാ എന്റെ മോന് വേറെ പഴം, നീ തന്നെയല്ലേ പഴം, അമ്മ കൊടുത്ത പേരാണ് പഴം നീ, അതും എങ്ങനത്തെ പഴമാണ് നീ, ജ്ഞാനപ്പഴം നീ. അതുകൊണ്ടാണ് പഴനി നമ്മൾ ലോപിച്ച് പഴം പ്ലസ് നീ എന്ന് പറയുമ്പോൾ പഴനി എന്നായത്. ശരിക്ക് ഭഗവതി അവിടെ മോനോട് തണുപ്പിക്കാനായി, അവന്റെ ദേഷ്യം മാറ്റാനായി, ആ കുഞ്ഞിന്റെ ദേഷ്യം മാറ്റാനായി ഭഗവതി അവന് കൊടുത്ത പേരാണ്, മോനെ നീ പഴം മാത്രല്ല, നീ ഒരു പഴത്തിന് എന്തിനാണ് വേറൊരു പഴം, ഏറ്റവും സവിശേഷമായ പഴമല്ലേ നീ, വെറും പഴമാണോ, ജ്ഞാനപ്പഴം എന്ന്, ജ്ഞാനപ്പഴം നീ എന്ന് ഭഗവതി പറഞ്ഞതോടെ ആ സ്ഥലത്തിന് പഴനി എന്നൊരു പേര് വരികയും അങ്ങനെയാണ് അദ്ദേഹം അവിടെ പഴനി മുരുകനായി വന്നത്. ഇവിടെ നമ്മൾ പഴനി മുരുകനെ പറ്റി പറയുമ്പോൾ ഒരു സിദ്ധന്റെ കാര്യം കൂടി പറയണം. ഭോഗർ, ഇവിടത്തെ മൂല വിഗ്രഹം നിർമ്മിച്ചത് ഭോഗർ നവപാഷാണം കൊണ്ടാണത്രേ. എനിക്ക് ഓർത്തു വെക്കാനും നമ്മൾക്ക് പരിചിതവുമായിട്ടുള്ള രസങ്ങളല്ല. ഈ മെർക്കുറി എന്ന് പറയുന്നത് ഒരു രസമല്ലേ, അതിന്റെ പല വകഭേദങ്ങളാണ് ഞാൻ ഇത് റെഫർ ചെയ്തപ്പോ കണ്ടത്. അതിന്റെ ഒരു നവപാഷാണങ്ങളിൽ ഒന്ന് മെയിൻ ആയിട്ട് എനിക്ക് അതിൽ കിട്ടിയത് മർക്കുറി രസം ആണ് ഇതിലെ ഈ നവപാഷാണങ്ങളിൽ ഒന്നും. ബാക്കി 8 ഇതിന്റെ വകഭേദങ്ങളായിട്ടാണ് ഞാൻ കണ്ടത്. ഇതിൽ ഉപയോഗിച്ചാണത്രേ ഇത് നിർമ്മിച്ചിരിക്കുന്നത്. അങ്ങനെ ഇതിൽ എന്താ പറയാ, അഭിഷേകം ചെയ്യുന്ന ജലത്തിന് കായകൽപ്പ ചികിത്സ ചെയ്തതിന്റെ ഒരു ഇഫക്റ്റ് തന്നെ, ആ ഒരു ഫലം തന്നെ നൽകാൻ പറ്റുമെന്നാണ് പറയുന്നത്. പിന്നെ നമ്മൾ പഴനി എന്ന് ഓർത്തു കഴിഞ്ഞാൽ നമുക്ക് ഓർമ്മ വരുന്നത് എന്താണ്, കാവടി. എങ്ങനെയാണ് ഈ കാവടി എന്ന സമ്പ്രദായം മുരുകന് വന്നത്? അഗസ്ത്യ മഹർഷിയുടെ പരമ്പര, അത് ഗുരു ശിഷ്യ പരമ്പരയാണോ, അദ്ദേഹത്തിന്റെ കുടുംബത്തിലുള്ള ഒരാളാണോ എന്ന് ഈ പുരാണം വ്യക്തമാക്കിയിട്ടില്ല. ഈ ശിവപുരാണം പറയുന്നത് അഗസ്ത്യ ഋഷിയുടെ പരമ്പരയിൽപ്പെട്ട ഒരാളായിരുന്നു ഇടുമ്പൻ. നമ്മൾ സ്കന്ദഷഷ്ടി കവചത്തിലും ഈ ഇടുമ്പനെ പറ്റി പരാമർശിക്കുന്നുണ്ട്. ഈ ഇടുമ്പൻ 2 മലകളുണ്ടത്രേ ആ പ്രദേശത്ത്. ഒന്നിന്റെ പേര് ശിവഗിരി, വേറൊരു മലയുടെ പേര് ശക്തിഗിരി. അത് രണ്ടും അവൻ ഈ 2 തോളിലും ചുമന്നുകൊണ്ട് ഇങ്ങനെ ആടി ആടി പോകുമ്പോൾ അവന്റെ ഈ 2ന്റെ മധ്യത്തിൽ വന്ന് നമ്മുടെ സുബ്രഹ്മണ്യൻ നിൽക്കുകയും വഴി മാറ്, എനിക്ക് പോണമെന്ന് പറയുമ്പോൾ മാറില്ല, ഇത് എനിക്ക് താ, ഇതിങ്ങനെ തന്നെ എനിക്ക് താ എന്ന് പറഞ്ഞപ്പോൾ പിന്നെ അയാൾ എന്നും ഈ മല ചുമന്നുകൊണ്ട് പോകുമായിരുന്നു. അത് എന്തുകൊണ്ടാണ് എന്തിനാണെന്നൊന്നും നമ്മുടെ ശിവപുരാണം പറയുന്നില്ല. പക്ഷെ ഇയാൾ ഒരു വഴിപാട് എന്നോണം ഈ മലയെ കൊണ്ടിങ്ങനെ നടക്കുമായിരുന്നു. ശക്തിഗിരി മല ഒരു ചുമലിൽ, വേറൊരു ശിവഗിരി മല. അങ്ങനെ ഈ 2 മലയും ഇങ്ങനെ പിടിച്ചിട്ട് അയാൾ നടക്കുമ്പോ ആ മലകളെ എനിക്ക് സമർപ്പിക്ക് എന്ന് പറഞ്ഞപ്പോൾ തന്റെ മുന്നിൽ നിൽക്കുന്നത് ശിവബാലനാണെന്ന് മനസ്സിലാവുകയും അയാൾ ഇങ്ങനെ ഈ മലകൾ ഇറക്കി അദ്ദേഹത്തിന്റെ പാദത്തിൽ വെക്കുകയും അങ്ങനെയാണ് അവിടെ ഈ കാവടി എന്നൊരു സമ്പ്രദായം വന്നതും എന്നാണ് പറയുന്നത്. പിന്നെ തിരുച്ചെന്തൂരിൽ നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ മെയിൻ ആയിട്ട് നമുക്ക് കിട്ടുന്നത്, പഴനിയിൽ നമ്മൾ പോയി കഴിഞ്ഞാൽ ഇവിടെ നിന്ന് മെയിൻ ആയിട്ടുള്ള ഒരു ഇതെന്താന്ന് പറഞ്ഞാൽ ജ്ഞാനം, വൈരാഗ്യം, ആത്മനിയന്ത്രണം, ഇതൊക്കെയാണ് നമുക്ക്
പഴനി മുരുകൻ തരുന്ന മെസ്സേജ്. തിരുച്ചെന്തൂരിൽ നമുക്ക് കിട്ടുന്നത് വിജയം, വീര്യം എന്നിവയൊക്കെയാണ്. ഇപ്പോ നമ്മൾ തിരുപ്പറംകുன்றത്തിൽ ലഡ്ഡുവും കൽക്കണ്ട ചോറും കണ്ടു. പിന്നെ നമ്മുടെ രണ്ടാമത്തെ വീടായ തിരുച്ചെന്തൂരിൽ തിരുപ്പാകം കണ്ടു. ഇവിടത്തെ പ്രസാദം ഞാൻ പറയാതെ തന്നെ എല്ലാവർക്കും അറിയാമല്ലോ, ലോക പ്രസിദ്ധമായ ജിയോഗ്രാഫിക്കൽ ഇൻഡിക്കേറ്റർ ആ ടാഗ് കിട്ടിയ പഞ്ചാമൃതമാണ് ഇവിടത്തെ മെയിൻ ആയിട്ടുള്ള നൈവേദ്യം. ഇവിടെ ഒരു പ്രത്യേക പേരുള്ള ഒരു വാഴപ്പഴം, വിരുപ്പാച്ചി മലവാഴപ്പഴം, ശർക്കര, തേൻ, ഈന്തപ്പഴം, നെയ്യ്, ഇത് കൊണ്ടാണത്രേ ആ പഞ്ചാമൃതം ഉണ്ടാക്കുന്നത്. ഒരു പ്രത്യേകതരം മലവാഴപ്പഴം, ശർക്കര, തേൻ, ഈന്തപ്പഴം, നെയ്യ് എന്നിവ ചേർത്താണ് ഇത് ഉണ്ടാക്കുന്നത്. ഇത് ദീർഘകാലം കേടുകൂടാതെ നിൽക്കും എന്നുള്ളതും ഇതിന്റെ ഒരു പ്രത്യേകതയാണ്. തൈപ്പൂശം, പங்குനി ഉത്രം എന്നിവയാണ് ഇവിടെ മെയിൻ ആയിട്ടുള്ള ഉത്സവങ്ങൾ. ആ ഉത്സവ വേളകളിൽ കാൽനടയായി ആ മല ചവിട്ടി കാവടി എടുത്ത് മുരുകന് സമർപ്പിക്കുന്നതും ഇവിടത്തെ വളരെ വലിയ ഒരു വഴിപാടായിട്ടാണ് കാണുന്നത്. ഇനി നമ്മൾ പോകുന്നു നാലാമത്തെ വീട്ടിൽ, സ്വാമിമലൈ. ഈ സ്വാമിമലൈ കുംഭകോണം ജില്ലയിലാണ്. ഇവിടെ അദ്ദേഹത്തിന്റെ പേര് സ്വാമിനാഥൻ അല്ലെങ്കിൽ സ്വാമിനാഥൻ സ്വാമി എന്നാണ്. എന്തുകൊണ്ട് അദ്ദേഹത്തിന് ഈ പേര് ലഭിച്ചു? ഇവിടെ ഇദ്ദേഹം നമുക്ക് ദർശനം തരുന്നത് ജ്ഞാനഗുരു എന്ന ഭാവത്തിലാണ്. ഇവിടെ പുത്രനായ സ്കന്ദൻ പിതാവായ മഹേശ്വരന്റെ ഗുരുവാകുന്നു. സ്വാമി എന്ന് ഇവിടെ ഉദ്ദേശിക്കുന്നത് ശിവനെയും ആ ശിവന്റെ തന്നെ ഗുരുനാഥനായ മുരുകനെയാണ് ഇവിടെ നാഥൻ എന്ന് പറയുന്നത്. സ്വാമിയുടെ തന്നെ ഗുരുനാഥനായ സ്കന്ദൻ അങ്ങനെ സ്വാമിനാഥൻ സ്വാമി എന്നൊരു പേര് ലഭിച്ചു. വളരെ പ്രചാര നമ്മൾ പൊതുവെ പറയുന്നത് സ്വാമിനാഥൻ എന്നാണ്. പക്ഷെ ഈ ക്ഷേത്ര പരമ്പരയിൽ അദ്ദേഹത്തിന്റെ പേര് സ്വാമിനാഥൻ സ്വാമി എന്നാണ്. ഇതെങ്ങനെയാണ് പിതാവ് പുത്രന്റെ ശിഷ്യനായി മാറിയത്? ഒരിക്കൽ കൈലാസത്തിൽ ബ്രഹ്മാവ് വന്നപ്പോൾ മുരുകൻ അദ്ദേഹത്തോട് ചോദിച്ചു, ബ്രഹ്മദേവ, പ്രണവമായ ഓം എന്നതിന്റെ യഥാർത്ഥ അർത്ഥം എന്താണ്? ബ്രഹ്മാവ് മുരുകനെ തൃപ്തിപ്പെടുത്തുന്ന രീതിയിൽ ഒരു ഉത്തരം നൽകിയില്ല. ഇത് കണ്ടപ്പോൾ അദ്ദേഹം ചോദിച്ചു, ഈ ഓംകാരത്തിന്റെ പൊരുൾ അറിയാതെയാണോ അങ്ങ് സൃഷ്ടി നടത്തുന്നത്? പ്രണവം ആദിയാണ്. ഈ പ്രണവാകാരത്തിന്റെ ഓംകാരത്തിന്റെ പൊരുൾ അറിയാതെയാണോ അങ്ങ് ഈ സൃഷ്ടികർമ്മം നിർവഹിക്കുന്നത്? എന്ത് യോഗ്യതയാണ് ഹേ അങ്ങേക്കുള്ളത് സൃഷ്ടികർമ്മം നടത്താൻ? ബന്ധനത്തിലാക്, ഞാൻ നിന്നെ ബന്ധനസ്ഥനാക്കാൻ പോവാ. ഈ ഓംകാരത്തിന്റെ പൊരുൾ അറിയാത്ത ആളിനി സൃഷ്ടികർമ്മം നടത്തണ്ട എന്ന് പറഞ്ഞ് കെട്ടിയിട്ടു. ഉടനെ ശിവൻ വന്നു ചോദിച്ചു, മോനെ എന്തിനാടാ ബ്രഹ്മദേവനെ കെട്ടിയിട്ടിരിക്കുന്നത്? അച്ഛാ, ഓംകാരത്തിന്റെ പൊരുൾ പോലും അറിയാത്ത ആൾ എന്തിനാ സൃഷ്ടി ചെയ്യുന്നേ? അപ്പൊ ശിവൻ ചോദിച്ചു, എന്നാ നിനക്കറിയോ? എനിക്കറിയാം. എന്നാ മോൻ പറ. ജ്ഞാനമാണ്, പറഞ്ഞു തരണമെങ്കിൽ ശിഷ്യത്വം സ്വീകരിക്കണം. ജ്ഞാനം വെറുതെ തരാൻ പറ്റില്ല അച്ഛ, അതാരായാലും. അച്ഛൻ ഇത് അറിയണമെങ്കിൽ ശിഷ്യത്വം സ്വീകരിക്കണം. അങ്ങനെ ഈ ഓംകാരത്തിന്റെ പൊരുൾ, നമ്മൾ ശിവനെ പറയുന്നത് ഓംകാരനാഥൻ എന്നാണല്ലേ? ആ ഓംകാരനാഥൻ തന്നെ മകന്റെ അടുത്ത് നിന്നും ഓംകാരത്തിന്റെ പൊരുൾ അറിയുവാനായി മകന്റെ മുമ്പിൽ ശിഷ്യനാവുകയും എന്നിട്ട് എന്താണ് ഉപദേശിക്കൂ എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ പ്രപഞ്ച ഗുരുവായ ദക്ഷിണാമൂർത്തി സ്വരൂപനായ ശിവൻ പുത്രന്റെ മുന്നിൽ ശിഷ്യനായി. അങ്ങനെ മകൻ ഗുരുസ്ഥാനത്ത് നിന്ന് ശിവന്റെ ചെവിയിൽ ഓം എന്ന ഓംകാരത്തിന്റെ രഹസ്യ തത്വം ഉപദേശിച്ചു. അതുകൊണ്ടാണ് മുരുകൻ ഇവിടെ സ്വാമിനാഥൻ എന്നറിയപ്പെടുന്നത്. സ്വാമിയായ ശിവനു പോലും ഗുരുവായ നാഥൻ എന്നാണ് സ്വാമിനാഥൻ എന്ന പേര് കൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇതേ ക്ഷേത്രത്തിൽ ഈ ക്ഷേത്ര പാരമ്പര്യം അനുസരിച്ച് ഇവിടെ അദ്ദേഹത്തിന് സ്വാമിനാഥൻ എന്നൊരു പേരല്ലാതെ
ഗുരു ഗുഹൻ എന്നൊരു പേര് കൂടിയുണ്ട്. സംസ്കൃതത്തിൽ ഗുഹ്യം എന്ന് പറഞ്ഞാൽ സീക്രട്ട്, രഹസ്യം എന്നാണ് അർത്ഥം. ആ രഹസ്യം അറിയുന്ന, ഏറ്റവും ഗുഹ്യമായ ഓംകാരത്തിന്റെ പൊരുൾ അറിയുന്ന അച്ഛന്റെ തന്നെ ഗുരുവായവൻ എന്ന ആ ഒരു അർത്ഥത്തിൽ ഇവിടെ സ്കന്ദനെ ഗുരു ഗുഹൻ എന്നും വിളിക്കുന്നു. ഇവിടത്തെ ഏറ്റവും വലിയ പ്രത്യേകത 60 പടികളാണ് ഈ ക്ഷേത്രത്തിൽ ഉള്ളത്. ഈ 60 പടികൾ പ്രതിനിധീകരിക്കുന്നത് കാലചക്രത്തിന്റെ 60 കാലഗണനയിലെ 60 സംവത്സരങ്ങളെയാണ്. കാലചക്രത്തെ എല്ലാം കടന്ന്, കാലം ഭേദം ഒന്നുമില്ലാട്ടോ, കാലത്തിനെയും മറികടന്ന് നമ്മൾക്ക് ജ്ഞാനത്തിലേക്ക് ഉയരാം എന്നൊരു സന്ദേശമാണ് ഇവിടെ നൽകുന്നത്. അങ്ങനെ തിരുച്ചെന്തൂരിൽ നമ്മൾ വീര്യം, വിജയം, പഴനിയിൽ ആത്മനിയന്ത്രണം എന്നൊക്കെ സന്ദേശം കിട്ടിയപ്പോൾ സ്വാമിമലയിലെ ഗുരുഗുഹൻ അല്ലെങ്കിൽ സ്വാമിമലയിലെ സ്വാമിനാഥൻ നമുക്ക് തരുന്ന സന്ദേശം, ജ്ഞാനത്തിന് പ്രായമില്ല, ഗുരുവിന്റെ മുന്നിൽ അഹങ്കാരത്തിന് സ്ഥാനമില്ല. നമ്മൾ ഒരു മന്ത്രം ഉച്ചരിച്ചാൽ മാത്രം പോരാ, ആ മന്ത്രത്തിന്റെ തത്വം കൂടി അറിഞ്ഞ് ഉച്ചരിച്ചാലേ വേണ്ട രീതിയിലുള്ള ഫലം ലഭിക്കുകയുള്ളൂ. അപ്പോൾ 3 സന്ദേശമാണ് ഗുരുഗുഹനായ സ്വാമിനാഥനായ സ്കന്ദൻ ഈ 4ാമത്തെ വീടിലൂടെ നമുക്ക് നൽകുന്നത്. അറിവ് നേടാൻ പ്രായമില്ല, പ്രായമായി, ഇനി ഞാൻ എന്ത് പഠിക്കാനാ, ഇനി ഞാൻ അതില്ല. അറിവിന്, ജ്ഞാനം നേടാൻ പ്രായമില്ല. ഗുരുവിന്റെ മുന്നിൽ കുഞ്ഞു മോനാണെങ്കിലും ഒരു കുഞ്ഞു മോളാണെങ്കിലും നമുക്കറിയാത്തത് ആ കുട്ടിയോട് ചോദിക്കാൻ നമ്മൾ ഒരു മോശം വിചാരിക്കേണ്ട. അത് നമുക്ക് അറിയാത്തത് പഠിപ്പിച്ചു തരും. അത് നമുക്ക് അഹങ്കരിച്ചിട്ട് എന്റെ പ്രായം വലുതാണ്, എന്നെക്കാട്ടിലും ചെറിയ പ്രായത്തിലുള്ള ഒരാളോട് ഇത് ഞാൻ എങ്ങനെ ചോദിക്കുമെന്ന് നോക്കണ്ട. അതുകൊണ്ട് അറിവിന്റെ മുമ്പിൽ, ഗുരുവിന്റെ മുമ്പിൽ, ആ അറിവ് തരുന്ന ഗുരുവിന്റെ മുമ്പിൽ അഹങ്കാരത്തിന് സ്ഥാനമില്ല. മന്ത്രം ഉച്ചരിച്ചാൽ മാത്രം പോരാ, ആ മന്ത്രത്തിന്റെ തത്വം അറിഞ്ഞു വേണം ഉച്ചരിക്കാൻ. അതാണ് അദ്ദേഹം പറഞ്ഞത്. ഇതിലെ ഓമിന്റെ എന്താണ് പറയുന്നത് എന്ന് വെച്ചാൽ, ഓംകാരം അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് 3 ഇതാണുള്ള അക്ഷരങ്ങൾ, ആ, ഉ, മ. അതിലെ ആദ്യത്തേത് ജാഗ്രത് അവസ്ഥയെയും പിന്നീട് ഉള്ളത് ഉകാരം സ്വപ്നാവസ്ഥയെയും മകാരം സുഷുപ്തി അവസ്ഥയെയുമാണ് സൂചിപ്പിക്കുന്നത്. നമ്മൾ ഓം എന്ന് പറഞ്ഞു നിർത്തുമ്പോൾ നമ്മൾ ഒരു മൂളൽ വരുന്നില്ലേ, അത് 4ാമത്തെ അവസ്ഥയായ തുരിയ അവസ്ഥയുമാണ് പറയുന്നത്. ഞാനിപ്പോൾ നിങ്ങളോട് സംസാരിക്കുന്നത് ജാഗ്രത അവസ്ഥ. നമ്മൾ കിടന്ന് കഴിയുമ്പോൾ നന്നായിട്ട് ഉറക്കം കിട്ടുന്നില്ല, എന്തൊക്കെയോ സ്വപ്നം കാണുന്നു, ചിലപ്പോൾ ഞെട്ടി ഉണരും. ആധുനിക ശാസ്ത്രം അതിനെ REM സ്ലീപ്പ് എന്നാണ് പറയുന്നത്. അതാണ് സ്വപ്നാവസ്ഥ. പിന്നീട് നമ്മൾ പറയും നന്നായിട്ട് ഉറങ്ങി, എന്റെ അടുത്തൊരു പടക്കം പൊട്ടിച്ചാൽ പോലും ഞാൻ അറിയില്ല. സ്വപ്നാവങ്ങളൊന്നും ഇല്ലാത്തൊരവസ്ഥ, ശരീരം തന്നെ ഉണ്ടോ ഇല്ലയോ എന്ന് നമ്മൾ അറിയാതെ ഉറങ്ങിപ്പോകുന്ന ഗാഢനിദ്രയിലേക്ക് പോകുന്നില്ലേ, അതാണ് ഡീപ് സ്ലീപ്പ് സ്റ്റേജ്. അതിനാണ് നമ്മൾ സുഷുപ്തി എന്ന് പറയുന്നത്. ഇത് എല്ലാം അവസ്ഥയാണ്. ഈ എല്ലാ അവസ്ഥയും അറിഞ്ഞാൽ മാത്രമേ തുരിയ അവസ്ഥയിലേക്ക് പോവാൻ പറ്റൂ. തുരിയ അവസ്ഥയിലേക്ക് പോണെങ്കിൽ കുറച്ച് പാടാണ്. ആ അവസ്ഥയെ പറ്റി പറയണമെങ്കിൽ അതിന്റെ അനുബന്ധമായ വേറെയും തുരിയ അവസ്ഥ, തുര്യത 5ാമത്തെ ഒരു അവസ്ഥയും ഉണ്ട്. അതിനെ പറ്റി പറയുന്നില്ല. ഇവിടെ ഈ ഓംകാരത്തിന്റെ അകാരം, ഉകാരം, മകാരത്തെ പറ്റി ഇവിടെ പറഞ്ഞത് നമ്മുടെ 3 അവസ്ഥയായ ജാഗ്രത്, സ്വപ്നം, സുഷുപ്തി എന്ന അവസ്ഥയെ പറ്റിയാണത്രേ. ഇവിടെ ഈ ക്ഷേത്രത്തിൽ പ്രസാദത്തിന് മാത്രമല്ല പ്രാധാന്യം, ഇവിടെ ചില പുണ്യ ചിഹ്നങ്ങളും ഉണ്ടത്രേ. ഐരാവതം, നമ്മൾ സ്കന്ദന്റെ ക്ഷേത്രത്തിൽ പോയി കഴിഞ്ഞാൽ അവിടെ വാഹനമായി കാണുന്നത് മയിലായിരിക്കും. ദേവി ഭഗവതിയുടെ ക്ഷേത്രത്തിൽ പോയി കഴിഞ്ഞാൽ അവിടെ കാണുന്നത് സിംഹമായിരിക്കും. ഒരു സെക്കൻഡ് ക്ഷമിക്കണം, ഒന്ന് വെള്ളം കുടിക്കുകയാണ്. നമ്മൾ ദേവി ഭഗവതിയുടെ ക്ഷേത്രത്തിൽ പോയി കഴിഞ്ഞാൽ സിംഹത്തെ ആയിരിക്കും കാണുക. നമ്മുടെ ശിവക്ഷേത്രത്തിൽ പോയി കഴിഞ്ഞാൽ പറയുകയേ വേണ്ട, നമ്മുടെ നന്ദികേശനെ കാണാൻ പറ്റും. ഗണപതിയുടെ ക്ഷേത്രത്തിൽ പോയി കഴിഞ്ഞാൽ ആ
ക്രൗഞ്ചൻ എന്ന എലിയെ നമുക്ക് കാണാൻ പറ്റും. പക്ഷെ ഇവിടെ ഏത് സ്കന്ദക്ഷേത്രത്തിൽ പോയാലും മയിലിനെ കാണാം. ഇവിടെ അതിനോടൊപ്പം ഐരാവതവും ഉണ്ട്. അങ്ങനെ ഇന്ദ്രൻ ഈ സ്കന്ദന് ഈ ഐരാവതവും നൽകി എന്നാണ് ഇവിടെ പറയുന്നത്. പിന്നെ ഇവിടത്തെ വേലിന് വേറൊരു പ്രത്യേകത കൂടിയുണ്ട്. വജ്രവേലാണ്. ഈ വജ്രവേൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആഡംബരമല്ല, ജ്ഞാനം. ഈ വജ്രം എന്ന് പറയുന്നത് ഈ എന്ത് സാധനങ്ങളെ മുറിക്കാൻ പാകമുണ്ടല്ലേ. ഈ ഗ്ലാസ് ഒക്കെ മുറിക്കുന്നത് പോലും വജ്രം, എന്തിനേയും മുറിക്കാൻ കെൽപ്പുള്ളതാണ് ഈ വജ്രവേൽ. ആ വജ്രം എന്നിവിടെ ഉദ്ദേശിക്കുന്നത് ബുദ്ധിശക്തി, ജ്ഞാനശക്തിയുടെ പ്രതീകമായിട്ടാണ് ഇവിടത്തെ വജ്രവേലിനെ കണക്കാക്കുന്നത്. എല്ലാ വ്യാഴാഴ്ച തോറും ഈ വജ്രവേലിന് പൂജകൾ ഉണ്ടത്രേ, സ്പെഷ്യൽ പൂജകൾ ഉണ്ടത്രേ. അതേമാതിരി ഒരു സുമതി എന്ന് പേരുള്ള ഒരു മഹർഷിക്കും ഇവിടെ കൺദൃഷ്ടി തിരിച്ചു കിട്ടിയതായി പറയുന്നു. പക്ഷെ ഇത് നമ്മൾക്ക് വേറൊരു രീതിയിൽ വ്യാഖ്യാനിക്കുകയാണെങ്കിൽ ഇതിനെ നമുക്ക് ആത്മീയമായ ജ്ഞാനം, നമ്മുടെ അന്തർദൃഷ്ടി ഉണരുന്നു എന്നതിന്റെ പ്രതീകമായും നമുക്കിതിനെ കണക്കാക്കാം. നാലാമത്തെ വീട്, ഇവിടത്തെ പ്രധാന പ്രസാദം മധുര പണിയാരം. നമ്മുടെ കേരളീയർക്ക് സുപരിചിതമായ നെയ്യപ്പം. തമിഴ്നാട്ടിൽ മധുര പണിയാരമാണെങ്കിൽ അതേ പണിയാരം ഇവിടെ ഉണ്ണിയപ്പമാണ്, നെയ്യപ്പമാണ്. അതും പാൽ പായസവുമാണ് അവിടുത്തെ പ്രധാനപ്പെട്ട നൈവേദ്യം. മുരുകന്റെ അവതാരവുമായി ബന്ധപ്പെട്ട വിശാഖം, കാരണം അദ്ദേഹത്തിന്റെ ഈ ജനിച്ചപ്പോൾ തന്നെ ഈ മല തുരക്കാൻ പോയ സമയത്ത് ഇന്ദ്രൻ അടിച്ചപ്പോൾ ഇടത്തെ ഭാഗത്ത് നിന്നും വിശാഖൻ എന്ന് ഒരാൾ വന്നെന്ന് പറഞ്ഞല്ലോ. സ്കന്ദന്റെ തന്നെ രൂപസാദൃശ്യമുള്ള വിശാഖൻ വന്നത് വിശാഖ നക്ഷത്രത്തിലാണ്. വിശാഖ നക്ഷത്രം അതുകൊണ്ട് തന്നെ സ്കന്ദനുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് വൈകാശി വിശാഖമാണ് ഇവിടത്തെ പ്രധാന ഉത്സവം. ഇവിടെ അന്നത്തെ ദിവസം പാൽ അഭിഷേകവും പ്രത്യേക പൂജകളും നടക്കുന്നു എന്നാണ് പറയുന്നത്. ഇനി 5ാമത്തെ വീട് തിരുത്തണി. ഇവിടെ അദ്ദേഹം തണികേശൻ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. മുരുകന്റെ 5ാമത്തെ വീട് തിരുവള്ളൂർ, തമിഴ്നാട്ടിലെ തിരുവള്ളൂർ ജില്ലയിലാണ്. ഇവിടെയാണ് അദ്ദേഹത്തിനെ സുബ്രഹ്മണ്യൻ, തണികേശൻ, തണികാചലൻ എന്നൊക്കെ പറയുന്നത്. ആദ്യത്തെ വീടിൽ നമ്മൾ കണ്ടത് വിവാഹ കോലത്തിലുള്ള മുരുകനെ ആണെങ്കിൽ, 2ാമത്തെ വീട്ടിൽ നമ്മൾ കണ്ടത് ഒരു വീര യോദ്ധാവിനെ ആണെങ്കിൽ, 3ാമത്തെ വീട്ടിൽ നമ്മൾ കണ്ടത് വൈരാഗിയായി സർവവും ഉപേക്ഷിച്ച് നിൽക്കുന്ന ഒരു വൈരാഗിയെ ആണെങ്കിൽ, 4ാമത്തെ വീട്ടിൽ നമ്മൾ കണ്ടത് ഒരു ഗുരുവിന്റെ രൂപനായിട്ടായിരുന്നു. അങ്ങനെ യുദ്ധത്തിനു ശേഷം ക്രോധമെല്ലാം ശമിച്ച് ശാന്ത സ്വരൂപനായിട്ടാണ് ഇവിടെ മുരുകനെ നമ്മൾക്ക് കാണാൻ കഴിയുക. ക്ഷേത്ര പരമ്പര, ഈ 6 വീടുകളുടെയും കഥ ശിവപുരാണത്തിൽ പരാമർശിച്ചിട്ടില്ല. ഇത് ക്ഷേത്ര പാരമ്പര്യവുമായും അതാത് ക്ഷേത്രത്തിന്റെ സ്ഥല പുരാണവുമായി ബന്ധപ്പെട്ട കഥകളാണ് ഞാൻ പറയുന്നത്. അങ്ങനെ ശൂരപദ്മനുമായുള്ള മഹായുദ്ധത്തിനു ശേഷം മുരുകന്റെ യുദ്ധകോപം ഇവിടെ വെച്ച് ശമിച്ചെന്നാണ് പറയുന്നത്. അതുകൊണ്ട് ആ ശമിക്കുന്നതിന് തണിഞ്ഞു പോവുക, തണിയുക എന്നൊരർത്ഥം തമിഴിൽ ഉള്ളത് കൊണ്ട് അദ്ദേഹത്തിന് തണികൈ, തണികാചലൻ, തണികേശൻ, തണികൈ എന്നൊക്കെയാണ് ഇവിടെ അദ്ദേഹത്തിന് പേര്. ഇവിടെയാണ് ഒരു കുറവർ ഗോത്രത്തിൽപ്പെട്ട ഒരു സ്ത്രീ വളരെ വലിയൊരു ഭക്തയായിരുന്നു മുരുകന്റെ. അങ്ങനെ ഈ ഭക്തി കൂടി മുരുകനെ തന്നെ കല്യാണം കഴിക്കണം, വേറെ ആരെയും ഞാൻ വിവാഹം കഴിക്കുകയില്ല എന്നവൾ തീരുമാനിച്ചു. അങ്ങനെ ആ വള്ളിയുടെ സ്നേഹവും ഭക്തിയും പരീക്ഷിക്കാനായി അദ്ദേഹം പല രൂപത്തിൽ വന്നെങ്കിലും അതൊന്നും തന്നെ അവൾ സ്വീകരിച്ചില്ല. അങ്ങനെ അദ്ദേഹത്തിന് അവസാനം മുരുകന് തന്റെ സഹോദരനായ ഗണപതിയുടെ സഹായം എടുക്കേണ്ടി വരികയും, ഗണപതി ഒരു വലിയ ആനയുടെ രൂപത്തിൽ, ഒരു ക്രോധം വന്ന മദയാനയുടെ രൂപത്തിൽ വരികയും, ആ സമയത്ത് ഒരു വൃദ്ധന്റെ രൂപത്തിലാണ് മുരുകൻ അവിടെ നിന്നിരുന്നത്. അങ്ങനെ ഒരു പ്രാണരക്ഷാർത്ഥം വള്ളി ഈ മുരുകന്റെ അടുത്ത് ഓടിപ്പോവുകയും, തന്നെ രക്ഷിക്കണം, ഈ ആനയുടെ കോപത്തിൽ നിന്നും തന്നെ രക്ഷിക്കണം എന്ന് പറഞ്ഞ ആ സമയത്ത് തന്നെ ആന ശാന്തനാവുകയും ആ വൃദ്ധ രൂപം മാറി ആരാണെന്ന് വള്ളിക്ക് കാണിച്ചു കൊടുക്കുകയും, അങ്ങനെ ഇവിടെ വള്ളി മണാളനായിട്ടാണ്, വള്ളിയെ കല്യാണം കഴിച്ച ഒരു ക്ഷേത്രമാണ് തിരുത്തണി.
അങ്ങനെ ഇതാണ് അദ്ദേഹത്തിന്റെ അഞ്ചാമത്തെ രൂപം. ഇവിടെ തിരുത്തണിയിലുമുണ്ട് ഒരു പ്രത്യേകത. ഇവിടെ 365 പടികളാണുള്ളത്. അതായത് ഒരു കൊല്ലത്തിന്റെ 365 ദിവസം ഓരോ ദിവസവും ദൈവസ്മരണ വേണം. ഈ 365 ദിവസത്തിൽ ഓരോ ദിവസവും നമ്മൾ ആ സ്കന്ദനെ സ്മരിക്കണം എന്നായിട്ടാണ് ഇവിടെ പറയുന്നത്. യുദ്ധം ജയിക്കുന്നത് മാത്രം കൊണ്ടായില്ല. യുദ്ധം അവസാനിപ്പിച്ച് മനസ്സ് ശാന്തമാക്കി ശാന്തതയിലേക്ക് മടങ്ങുവാനും പഠിക്കണം എന്നാണ് ഇവിടെ പറയുന്നത്. ഇവിടത്തെ ഇപ്പം സ്വാമിമലയിൽ ഞാൻ പറഞ്ഞല്ലോ ചില ദിവ്യ ചിഹ്നങ്ങൾ, വജ്രവേൽ, അതുപോലെ തന്നെ വേറെയും ഒരു ഐരാവതവും ഞാൻ പറഞ്ഞിരുന്നു. ഈ ക്ഷേത്രത്തിലും ഒരു ദിവ്യ ചിഹ്നമുണ്ട്. ആ ദിവ്യ ചിഹ്നം ഇവിടത്തെ പ്രതിഷ്ഠയുടെ നെഞ്ചിലെ അടയാളമാണ്. ഇവിടത്തെ സ്കന്ദന്റെ നെഞ്ചിൽ ഒരു ചെറിയ കുഴി പോലെ രൂപപ്പെട്ടിരിക്കും എന്നാണ് പറയുന്നത്. അത് അദ്ദേഹം നടത്തിയ യുദ്ധത്തിലെ ചില പരുക്കുകൾ കൊണ്ടാവാം എന്നാണ് ക്ഷേത്ര പാരമ്പര്യം പറയുന്നത്. ഇവിടത്തെ പ്രധാനപ്പെട്ട നൈവേദ്യം എന്ന് പറയുന്നത് ശർക്കര പൊങ്കലും അതിരസം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉണ്ണിയപ്പം പോലെ തന്നെ ഇരിക്കും. പക്ഷെ ഉണ്ണിയപ്പം ഇത്രയേ ഉണ്ടാവുള്ളൂ, കുറച്ചും കൂടി വലുതായിരിക്കും. ഉണ്ണിയപ്പത്തിന്റെ അതേ സ്വാദാണ്, അതേ കളറാണ്, അതേ രുചിയാണ്. പക്ഷെ ഉണ്ണിയപ്പത്തെക്കാട്ടിലും കുറച്ചും കൂടി വലുതായിരിക്കും. ആ ഇടിയപ്പം ഒക്കെ നമ്മൾ എടുക്കാറില്ലേ, ഒരു ഇടിയപ്പത്തിന്റെ ഒക്കെ സൈസ് ഉണ്ടാവും. ഒരു ഇടിയപ്പത്തിന്റെ സൈസിൽ ഉണ്ണിയപ്പം ഉണ്ടാക്കിയാൽ എങ്ങനെ ഉണ്ടാവും? പക്ഷെ അത്ര പൊള്ളിച്ചു വരില്ല. അതാണ് നമ്മുടെ അവിടത്തെ പ്രസാദം. ശർക്കര പൊങ്കലും അതിരസവും. ഇവിടെ ഈ പുതുതായി വേവിച്ച അരിയിൽ ശർക്കരയും ഏലക്കയും ഒക്കെ പൊടിച്ചിട്ടാണ് ഇവിടെ ഉണ്ടാക്കുന്നത്. ഇവിടത്തെ പ്രധാന ഉത്സവം കർക്കിടക മാസത്തിലെ കാർത്തികയാണ് ഇവിടത്തെ പ്രധാന ഉത്സവം. അതേപോലെ തന്നെ എല്ലാ കൊല്ലവും ഡിസംബർ 31-ന് 365 പടികൾ ഉള്ളതിനാൽ പുതുവർഷത്തെ വരവേൽക്കാനായി ഇവിടെ പടിത്തിരുവിഴ എന്നൊരു പടി ഉത്സവം നടത്താറുണ്ടത്രേ. അവിടുത്തെ പടികളിൽ നല്ല രീതിയിൽ അതിനെ അലങ്കരിച്ച് ഭക്തിഗാനങ്ങളും സ്തുതികളും പാടി പുതുവർഷത്തെ വരവേൽക്കുന്നു. ഇതാണ് അദ്ദേഹത്തിന്റെ അഞ്ചാമത്തെ വീട്. ഇനി ആറാമത്തെ വീട് എന്ന് പറയുന്നത് പഴമുതിർ ചോലയാണ്. ഈ പഴമുതിർ ചോലയും നിൽക്കുന്നത് തമിഴ്നാട്ടിലെ മധുരൈ ജില്ലയിൽ തന്നെയാണ്. ഇവിടെ ഇതാണ് മുരുകന്റെ ആറാമത്തെയും അവസാനത്തേതുമായ വീട്. ഇവിടെ മുരുകനെ വള്ളി ദേവയാനി രണ്ടുപേരോടും ഒത്തും കാണാം. അദ്ദേഹം ആദ്യം വിവാഹം ചെയ്തത് ഇന്ദ്രന്റെ പുത്രിയായ ദേവയാനി അല്ലെങ്കിൽ ദേവയാനി, എങ്ങനെ വേണമെങ്കിലും പറയാം. ദേവയാനിയും ഒത്ത് അദ്ദേഹം നിൽക്കുന്നത് തിരുപ്പരം കുன்றത്തിലാണെങ്കിൽ ആദ്യത്തെ ഇതിൽ ദേവയാനിയുമായി നിന്നു തിരുപ്പരം കുன்றம். പിന്നെ അഞ്ചാമത്തെ പഴമുതിർ അഞ്ചാമത്തെ തിരുത്തണിയിൽ അദ്ദേഹം നിൽക്കുന്നത് വള്ളിയുമായിട്ടാണ്. ആറാമത്തെ അവസാനത്തെ വീടിൽ 2 പത്നിമാരോടും ഒത്ത് ആണ് അദ്ദേഹം വസിക്കുന്നത്. അതാണ് പഴമുതിർ ചോലൈ. പ്രകൃതി രമണീയമായ അനേകം മലകൾ, വനങ്ങൾ, അരുവികൾ, ഫലവൃക്ഷങ്ങൾ എന്നെല്ലാം നിറഞ്ഞ സ്ഥലമാണത്രേ ഈ സ്ഥലം. ഇവിടെ ഒരു കഥ വളരെ പ്രസിദ്ധമാണ്. ഔവ്വയ്യാറും മുരുകനും. ഒരു തമിഴ്, നമ്മൾക്ക് കുരൂരമ്മ എങ്ങനെയാണോ, നമ്മൾക്ക് ശങ്കരമംഗലത്തിൽ അമ്മ എങ്ങനെയാണോ, നമ്മൾക്ക് പൂന്താനം അദ്ദേഹം എങ്ങനെയാണോ, നമുക്ക് മേൽപ്പത്തൂർ ഭട്ടത്തിരി അദ്ദേഹം എങ്ങനെയാണോ, അതുപോലെ ഒരു അമ്മയാണ് തമിഴ്നാട്ടുകാർക്ക് ഒരു ഭക്ത കവിയായ ഔവ്വയ്യാർ. അവിടത്തെ കുരൂരമ്മ എന്ന് വെച്ചോളൂ. കുരൂരമ്മ ശ്രീകൃഷ്ണ ഭക്തയായിരുന്നെങ്കിൽ ഈ അമ്മ ഒരു ഭക്ത കവിയും മുരുകന്റെ വലിയൊരു ഭക്തയുമായിരുന്നു. അങ്ങനെ ആ അമ്മ അവിടെ വന്നിരുന്നപ്പോൾ അമ്മയുടെ ജ്ഞാനത്തിൽ ചെറിയ രീതിയിൽ ഒരു അഹങ്കാരം ഉണ്ടായിരുന്നു. ആ സമയത്ത് അവിടെ ഒരു ഞാവൽ പഴത്തിന്റെ മുകളിൽ ഒരു 10 വയസ്സിൽ താഴെ പ്രായമുള്ള ഒരു ബാലനായി മുരുകൻ ഇരിക്കുകയും, എന്താ അമ്മേ, അമ്മയ്ക്ക് പഴം വേണോ, ചുട്ട പഴം വേണോ, ചുടാത്ത പഴം വേണോ എന്ന് ചോദിച്ച് ആ വൃക്ഷത്തിന്റെ കൊമ്പ് കുലുക്കി കുറച്ച് ഞാവൽ പഴം ഇട്ടുകൊടുക്കുകയും ആ ഞാവൽ പഴത്തിലെല്ലാം മണ്ണ് പറ്റിപ്പിടിക്കുകയും ആ മണ്ണ് പറ്റിപ്പിടിച്ച മണ്ണിനെ കളയുവാനായി ആ ഔവ്വയ്യാർ അമ്മ ആ മണ്ണ് ഊതിക്കളഞ്ഞപ്പോൾ, എന്താ അമ്മേ, പഴത്തിന് ചൂടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ആണ് അവിടെ ഇരിക്കുന്നത് ഒരു ബാലനല്ല, മുരുകനാണെന്ന് മനസ്സിലായതും അമ്മയുടെ അഹങ്കാരമെല്ലാം പോവുകയും ചെയ്തു എന്ന് ക്ഷേത്ര പരമ്പര പറയുന്നു. ഇതിൽ നിന്നും നമുക്ക് മനസ്സിലാവുന്നത് നമ്മളുടെ ജ്ഞാനം വളരും തോറും നമ്മളുടെ അടുത്ത് വിനയവും വേണം. അറിവ് നേടും. ആ അറിവ് വെച്ച് നമ്മൾ അനുഭവങ്ങൾ നേടും. ആ അനുഭവത്തിൽ നിന്നും വിനയവും, വിനയത്തിൽ നിന്നും നമ്മുടെ സ്വഭാവത്തിൽ
പക്വതയും വരണമെന്ന് ഞാൻ പറയും. പക്ഷെ ഇവിടെ പറയുന്നത് ജ്ഞാനം വളരും തോറും വിനയവും വളരണം എന്ന ഒരു സന്ദേശമാണ് അദ്ദേഹത്തിന്റെ 6ാമത്തെ വീടായ പഴമുതിർ ചോലൈ നമ്മൾക്ക് നൽകുന്നത്. തമിഴിൽ പറയുമത്രേ, നമ്മൾ പഠിച്ചത് നമ്മുടെ കൈയളവും പഠിക്കാത്തത് ഈ ലോകത്തിന്റെ അളവുമാണെന്നുള്ള ആ ഒരു തത്വവും വന്നത് ഈ ക്ഷേത്രത്തിൽ നിന്നുമാണെന്നും പറയുന്നു. ഇവിടെ ഗർഭഗൃഹത്തിൽ മുരുകനെ വള്ളി ദേവയാന സമേതനായാണ് ആരാധിക്കുന്നത്. ഇവിടെ മുരുകൻ നടുവിൽ നിൽക്കുമ്പോൾ അദ്ദേഹത്തിന്റെ വലതുഭാഗത്തും ഇടതുഭാഗത്തുമായി വള്ളിയും ദേവയാനയും നിൽക്കുന്നു. ഇവിടെ വള്ളിനെ ഇച്ഛാശക്തിയായും ദേവസേനയെ ക്രിയാശക്തിയായും മുരുകനെ ജ്ഞാനശക്തിയുമായിട്ടാണ് പറയുന്നത്. അമ്മയുടെ 3 ശക്തികൾ ലളിതാ സഹസ്രനാമത്തിലും ഇച്ഛാശക്തി, ക്രിയാശക്തി, ജ്ഞാനശക്തി എന്ന് പറഞ്ഞ ആ ഒരു ഇത് വരുന്നില്ലേ, അതേ തന്നെയാണ് അമ്മയുടെ അതേ ശക്തി തന്നെയാണ് മകനായ സ്കന്ദനും ഇവിടെ പത്നിമാരോടൊത്ത് പ്രതിനിധീകരിക്കുന്നത്. ഇവിടെ വള്ളി ഇച്ഛാശക്തിയും ദേവസേന ക്രിയാശക്തിയും മുരുകൻ ജ്ഞാനശക്തിയുമാണ് എന്ന് സമന്വയം കാണുന്നു. ഇവിടെ തെളിനീരായി ഒഴുകുന്ന ഒരു തീർത്ഥവുമുണ്ട്. അതിന് നൂപുര ഗംഗ എന്നാണ് പേര്. ഒരു പഴം എങ്ങനെ ആദ്യം ഒരു കനിയായി, ഒരു കായായി, പിന്നെ അത് പക്വതപ്പെട്ട് ഒരു പഴമാകുന്നു, നല്ല മധുരമുള്ള ഒരു പഴമാകുന്നു, അതുപോലെ തന്നെ നമ്മളും പക്വതപ്പെട്ട് നമ്മളുടെ മനസ്സിനും ബോധത്തിനും പക്വത വരണം. ഒരു പഴം പഴുത്ത് ഒരു കായ് പഴുത്ത് പഴമായി മധുരമുള്ളതായി എങ്ങനെ പക്വപ്പെടുന്നോ നമ്മളുടെ അറിവും ജ്ഞാനവും അനുഭവവും അതുപോലെ പക്വതപ്പെടണമെന്നാണ് പഴമുതിർ ചോലൈ അദ്ദേഹം നൽകുന്ന സന്ദേശം. ഇവിടത്തെ ദിവ്യ ചിഹ്നം എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു അത്ഭുത ഞാവൽ മരമുണ്ട്. ഇവിടത്തെ ക്ഷേത്ര പാരമ്പര്യം അനുസരിച്ച് സാധാരണ കാലചക്രങ്ങളിൽ നിന്നും വ്യത്യാസമായി സ്കന്ദഷഷ്ഠിയുടെ 6 ദിവസങ്ങളിൽ നല്ല രീതിയിൽ പഴുത്ത ഞാവൽ പഴങ്ങൾ ഈ വൃക്ഷം നൽകുന്നു എന്നുള്ളതാണ്. പിന്നെ മലയിൽ നിന്നും ഉദ്ഭവിക്കുന്ന നൂപുര ഗംഗ ത്വളിനീരായി തീർത്ഥമായി ഒഴുകുന്നു. ഇവിടത്തെ നൈവേദ്യം എന്ന് പറയുന്നത് തേനും തിണമാവും കൊണ്ട് ഉണ്ടാക്കുന്ന ഒരു പ്രസാദമാണ്. കാട്ടുതേനും ഒരു തിണയെന്ന് പറയുന്ന ഒരു മാവും ഇത് രണ്ടും കൂടി കലർത്തിയ ഒരു പ്രസാദമാണത്രേ ഇവിടെ കിട്ടുന്നത്. ഇവിടത്തെ പ്രധാന ഉത്സവം സ്കന്ദഷഷ്ഠി, അതോടനുബന്ധിച്ച് നടത്തുന്ന തിരുക്കല്യാണം, വള്ളി ദേവയാന ഇവർ രണ്ടുപേരെയും അദ്ദേഹം കല്യാണം കഴിച്ചല്ലോ, അതിന്റെ സ്മരണാർത്ഥം ആണ് ഇവിടെ സ്കന്ദഷഷ്ഠി ദിവസത്തിന്റെ അന്ന് ആ ഷഷ്ഠിയുടെ അന്ന് ഇവിടെ ഇത് നടത്തുന്നത് എന്ന് പറയുന്നത്. ഇനി ഇവിടെ നമുക്ക് പ്രത്യേകിച്ച് നോക്കാനുള്ളത് ഇത് 6ഉം എങ്ങനെ നമ്മുടെ ഇതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നാണ്. ആദ്യത്തെ വീട് തിരുപ്പരംകുൻട്രം ഒരു മല തുരന്നാണ് ക്ഷേത്രം പണിതിരിക്കുന്നതെന്ന് പറഞ്ഞു. ഇതിനെ നമ്മുടെ മൂലാധാര ചക്രവുമായി നമുക്ക് ചെയ്യാം. രണ്ടാമത്തെ ചക്രം സ്വധിഷ്ഠാനം. സ്വധിഷ്ഠാനത്തിന്റെ തത്വം എന്ന് പറയുന്നത് ജലതത്വമാണ്. ഇവിടെ തിരുച്ചെന്തൂർ മാത്രമാണ് കടൽ തീരത്ത് സ്ഥിതി ചെയ്യുന്നത്. ജലം എന്ന് പറയുന്ന ആ തത്വമാണ് തിരുച്ചെന്തൂരിന്റെ കടൽ പ്രതിനിധീകരിക്കുന്നത്. അങ്ങനെ ഈ തിരുച്ചെന്തൂർ നമ്മുടെ സ്വധിഷ്ഠാന ചക്രം, കാരണം താമസികമാണ്. എപ്പോഴും സ്വധിഷ്ഠാന ചക്രത്തിൽ നിൽക്കുന്ന സമയത്ത് മനസ്സ് എപ്പോഴും അചഞ്ചലമായിക്കൊണ്ടിരിക്കും. ഒരു ആന്തരിക യുദ്ധമാണ് അവിടെ നടക്കുന്നത്. തിരുച്ചെന്തൂർ കാണിച്ചു തന്നതും യുദ്ധം തന്നെയാണ്. അവിടെയാണ് ബ്രഹ്മഗ്രന്ഥി നിലനിൽക്കുന്നത്. ഒക്കെ പിന്നീട് ഒരു അവസരത്തിൽ ഞാൻ പറയാം. ബ്രഹ്മഗ്രന്ഥി ഭേദിച്ച് കുണ്ടലിനി മുകളിലോട്ട് കയറുമ്പോൾ അവിടെ വരുന്നത് സ്വധിഷ്ഠാനമാണ്, അഗ്നി തത്വമാണ്. നമ്മളിൽ ഒരു പരിവർത്തനം വരികയാണ്, നമ്മളിൽ ഒരു ചേഞ്ച് വരികയാണ്. അവിടെ എല്ലാം ഉപേക്ഷിച്ച് വെറും ഭക്ഷണം കഴിക്കുക, കിടന്നുറങ്ങുക, മൈഥുനം ചെയ്യുക, ഈ ലൗകിക ജീവിതം മാത്രമല്ല, ഈ ലോകം കൊണ്ട്, ഈ ജീവിതം കൊണ്ട് വേറെയും ചില കാര്യങ്ങൾ ഉണ്ട് എന്ന് നമുക്കൊരു തിരിച്ചറിവ് വരുന്നത് ആ സ്വധിഷ്ഠാന ചക്രം ഭേദിച്ച് മണിപ്പൂരത്തിൽ എത്തുമ്പോഴാണ്. അവിടത്തെ തത്വം അഗ്നി തത്വമാണ്. ഈ അഗ്നി തത്വത്തെ പ്രതിനിധീകരിക്കുന്നതാണ് പഴനി ക്ഷേത്രം. ആസക്തി, ത്യാഗം, വൈരാഗ്യം എന്നതാണ് അവിടത്തെ സങ്കല്പമല്ല, മെസ്സേജ്. പിന്നെ വരുന്ന 4ാമത്തേതാണ് മണിപ്പുരം കഴിഞ്ഞ് വരുന്നത് അനാഹതം. അനാഹതത്തിന്റെ നാഥൻ ആരാണ്? ശിവനാണ്. ആ 4ാമത്തെ വീടിന്റെ പേരെന്താണ്? സ്വാമിമലൈ. അവിടെയല്ലേ ആദ്യമായിട്ട് ശിവൻ വന്നത്? അവിടെ ശിവൻ ശിഷ്യത്വം സ്വീകരിച്ചു. ഇവിടെ അനാഹതത്തിൽ
നമുക്ക് പതുക്കെ നമ്മുടെ ബോധം മുകളിലോട്ട് കയറാൻ തുടങ്ങും. അങ്ങനെ സ്വാമിമലൈ പ്രണവജ്ഞാനം, ഗുരുത്വം എന്നതിനെയും അനാഹതം പതുക്കെ ജ്ഞാനത്തിന്റെ ആ മൊട്ട് പതുക്കെ വിരിയുന്ന ഒരു ഘട്ടമാണ് അനാഹതം. പിന്നെ വരുന്ന 5ാമത്തെ വീടാണ് തിരുത്തണി. അവിടെ പ്രതിനിധീകരിക്കുന്നത് നമ്മുടെ വിശുദ്ധി ചക്രത്തെയാണ്, അല്ലെങ്കിൽ ആജ്ഞാചക്രത്തെയും എന്ന് പറയാം. ഞാൻ വിശുദ്ധി എന്നെടുക്കുന്നു. കാരണം വിശുദ്ധി ചക്രം എന്ന് പറയുമ്പോൾ എല്ലാം ആ തിരുത്തണിയിൽ യുദ്ധകോപം ശമിച്ച് ശാന്ത സ്വരൂപനായിട്ടുള്ള മുരുകനെയാണ് നമ്മൾ കണ്ടത്. അവിടെ അദ്ദേഹം വള്ളിയെയും കല്യാണം കഴിച്ചു. ഇവിടെ പ്രതിനിധീകരിക്കുന്നത് ക്രോധശമനം, ശാന്ത സ്വഭാവം. ഇതൊക്കെ ഉള്ളപ്പോഴാണ് നമ്മൾക്ക് മറ്റുള്ളവരുമായി നമ്മുടെ ബന്ധം നന്നാവുന്നതും മറ്റുള്ളവരുമായി നമ്മുടെ സംസാരം, കമ്മ്യൂണിക്കേഷൻ നന്നാവണമെങ്കിൽ നമ്മുടെ മനസ്സിൽ ശാന്തത വേണം, കോപമുണ്ടാവരുത്. അതൊക്കെ നമ്മുടെ സംസാരത്തിൽ ഒരു ക്ലാരിറ്റി ഉണ്ടാവണമെങ്കിൽ വിശുദ്ധി ചക്രം തുറന്നിരിക്കണം. അതുകൊണ്ട് തിരുത്തണിയെ ഞാൻ വിശുദ്ധി ചക്രമായി എടുക്കുന്നു. പഴമുതിർ ചോലയിൽ പോയപ്പോൾ അവിടെ നമുക്ക് കിട്ടുന്നത് എത്ര അറിവുണ്ടെങ്കിലും എത്ര ജ്ഞാനമുണ്ടെങ്കിലും അതിൽ അഹങ്കരിക്കരുത് എന്നാണ് അവിടെ അദ്ദേഹം ഔവ്വയ്യാർ അമ്മയ്ക്ക് ഒരു ഉപദേശം കൊടുത്തത്. അതുകൊണ്ട് തന്നെ ഇവിടെ മനസ്സിന്റെ ഒരു പക്വതയും ജ്ഞാനത്തിന്റെ ഒരു പക്വതയുമാണ് പറയുന്നത്. ആ പക്വത വരുന്നത് നമുക്ക് ആജ്ഞാചക്രത്തിലാണ്. ആജ്ഞാചക്രം തുറന്നു കഴിഞ്ഞാൽ നല്ല രസമാണെന്നാണ് കേട്ടിട്ടുള്ളത്. അങ്ങനെ നമുക്ക് പലതും കാണാൻ കഴിയും, നമുക്ക് ചിലത് അറിയാൻ പറ്റുമെന്നൊക്കെ എൻ്റെ ഗുരു പറഞ്ഞ് ഞാൻ അറിഞ്ഞിട്ടുണ്ട്. അപ്പൊ ജ്ഞാനം നമ്മളുടെ വർദ്ധിക്കും. നമ്മൾക്ക് സംഭാഷണ രീതികൾ നല്ല രീതിയിൽ വിപുലപ്പെടുത്താം. ആ ജ്ഞാനം, അറിവ് അതെല്ലാം ആജ്ഞാചക്രമാണ്. ഇവിടെ ഈ ഭ്രൂമധ്യത്തിലുള്ള ആജ്ഞാചക്രമാണ് പഴമുതിർ ചോലൈ കാണിക്കുന്നത്. അപ്പോൾ സഹസ്രാരം എല്ലാം വീണ്ടും പോകുന്നത് മഹേശ്വരന്റെ അടുത്തേക്ക് തന്നെ. പടിയാറും കടന്ന് അവിടെ ചെന്നാൽ ശിവനെ കാണാം, ശിവശംഭോ എന്ന് പറയുന്നില്ലേ? അങ്ങനെ 6 വീടും കടന്ന് അവസാനം എല്ലാം എത്തിച്ചേരുന്നത് സഹസ്രാരം, അദ്ദേഹത്തിന്റെ തന്നെ ആവാസ കേന്ദ്രമായ സഹസ്രാരം, ശംഭോ മഹാദേവ അദ്ദേഹത്തിന്റെ അടുക്കലേക്കു തന്നെ. അങ്ങനെ ഈ 6 വീടും നമ്മുടെ ചക്രങ്ങളും ഒരു ചെറിയ ബന്ധമുണ്ട്. ചിലർ പഴമുതിർ ചോലയെ ആജ്ഞയായിട്ടും സഹസ്രാരമായിട്ടും എടുക്കുന്നു. പക്ഷെ സഹസ്രാരത്തിൽ ശിവനാണ് അതിന്റെ ആള്. അതുകൊണ്ട് ആ മഹാദേവൻ, ആ മഹേശ്വരനാണ് സഹസ്രാര പത്മത്തിൽ ഇരിക്കുന്നത്. അതുകൊണ്ട് എല്ലാം ശിവപുത്രനല്ലേ, എല്ലാം പിന്നീട് പോയി എത്തുന്നത് ആ മഹേശ്വരനിലേക്ക് തന്നെ. ആ 7നെ നമ്മൾ ഇവിടെ തന്നെ സഹസ്രാരവും കഴിഞ്ഞ് മഹാകൈലാസ നിലയ എന്ന് സഹസ്രനാമത്തിൽ വരുന്നില്ലേ? ആ മഹാകൈലാസം അദ്ദേഹത്തിന്റെ തന്നെ കൈലാസമായിട്ട് നമുക്ക് 7ാമത്തെ വീടിനെ എടുക്കാം. അച്ഛന്റെ വീട്ടിൽ പോയി മകൻ നിൽക്കാറില്ലേ? ആ കൈലാസവും അദ്ദേഹത്തിന്റെ വീട് തന്നെയല്ലേ? ആ കൈലാസത്തെ, ആ കൈലാസനാഥന്റെ പുത്രനായ സ്കന്ദന്റെ 7ാമത്തെ വീടായി നമുക്ക് കൈലാസത്തെ എടുക്കുകയും അതിനെ നമുക്ക് സഹസ്രാരമായി എടുക്കുകയും ചെയ്യാം. അതാണ് ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ ഉദ്ദേശിച്ചിരുന്നത്. ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് ഞാൻ ഈ ഇന്നത്തെ ലൈവ് സ്ട്രീമിംഗ് ഞാൻ അവസാനിപ്പിക്കുന്നു. മുരുകന്റെ പല പേരുകൾ. ആദ്യം നമ്മൾ നോക്കിയ സ്കന്ദൻ ഇടതടവില്ലാതെ ഒഴുകുന്നത് ആ ശിവ തേജസ് ലഭിച്ചത് മുതൽ ശരവനത്തിൽ വരുന്നത് മുതൽ ഇടതടവില്ലാതെ ഒഴുകിയത് കൊണ്ട് സ്കന്ദൻ. ശരവനത്തിൽ വെച്ച് ആ ശരവനത്തിൽ ഉദ്ഭവിച്ചത് കൊണ്ട് ശരവണൻ. 6 കാർത്തിക പെണ്ണുങ്ങൾ സംരക്ഷണം നൽകി പോഷിപ്പിച്ച് വളർത്തിയത് കൊണ്ട് കാർത്തികേയൻ. ആ 6 കാർത്തിക പെണ്ണുങ്ങളുടെയും ഒരേ നേരം സ്തനപാനം ചെയ്യാനായി 6 മുഖങ്ങൾ അദ്ദേഹം എടുത്തത് കൊണ്ട് അദ്ദേഹത്തിന് ആറുമുഖൻ, ഷൺമുഖൻ എന്ന പേരും. ശരവനത്തിൽ ഗംഗമ്മ വെച്ചത് കൊണ്ട് പുണ്യനദിയായ ഗംഗ ശരവനത്തിൽ ആ ശിവ തേജസ്സിനെ വെക്കുകയും ആ ക്ഷണം തന്നെ ദിവ്യമായ ഒരു ബാലൻ ആ വനത്തിൽ ഉദ്ഭവിച്ചത് കൊണ്ട് ശരവണൻ എന്നും, ഗംഗ അമ്മയും ആ ശിവ തേജസ്സിനെ കുറച്ചുകാലം വഹിച്ചത് കൊണ്ട് അദ്ദേഹത്തിന് ഗംഗേയൻ എന്നൊരു പേരും. അഗ്നി വിഴുങ്ങുകയും ആ അഗ്നിക്ക് ആ ഉഷ്ണം സഹിക്കവയ്യാതെ പലരിടത്തും 6 സപ്തർഷികളുടെ 6 ഭാര്യമാർക്ക് നൽകിയതും അവർ പിന്നീട് ഹിമവനിലും ഗംഗയിലും വെച്ചത് കൊണ്ട് ആദ്യം ഈ തേജസ് പോയത് അഗ്നിയിലാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന് ഈ സ്കന്ദന് അഗ്നിഭൂ എന്നും പേരുണ്ട്. ഓംകാര പൊരുളിന്റെ നാഥനാണ് ഇദ്ദേഹം. അത് ആ ഗുഹ്യമായ ആ ഏറ്റവും രഹസ്യമായ ഒരു ജ്ഞാനം ഇദ്ദേഹത്തിന്റെ അടുത്ത് ഉള്ളത് കൊണ്ട് ഇദ്ദേഹത്തിന് ഗുഹൻ എന്നും, ബ്രഹ്മജ്ഞാനം
പവിത്രമായ ജ്ഞാനം, മംഗളസ്വരൂപൻ, ദിവ്യസ്വരൂപൻ എന്നുള്ളത് കൊണ്ട് അദ്ദേഹത്തിന് സുബ്രഹ്മണ്യൻ എന്നും, ദേവന്മാരുടെ ബൃഹത് സേനയെ നയിക്കുന്നത് കൊണ്ട് മഹാസേനൻ എന്നും, ദേവന്മാരുടെ തന്നെ സൈന്യാധിപനായത് കൊണ്ട് ദേവസേനാപതി എന്നും, മയിൽ വാഹനമാക്കിയത് കൊണ്ട് ശിഖി വാഹനൻ എന്നും, ശക്തി എന്നാണ് അദ്ദേഹത്തിന്റെ വേലിന്റെ പേര്. അതുകൊണ്ട് തന്നെ ആ ശക്തി വേലിനെ ധരിച്ചിരിക്കുന്നത് കൊണ്ട് ശക്തിധരൻ, വേലായുധൻ, ദണ്ഡായുധപാണി, വേറെയും 6 പേരുകൾ നമ്മൾ ആ വീടുമായി ബന്ധപ്പെട്ട് കണ്ടു. ഇതൊക്കെയാണ് സുബ്രഹ്മണ്യ ശരവണ രഹസ്യങ്ങൾ. ഇതുപോലത്തെ കഥകൾ ഇനിയും അറിയാൻ വാസുകി ടോക്സ് ഫോളോ ചെയ്യൂ ആൻഡ് പ്ലീസ് സബ്സ്ക്രൈബ്. ഇന്ന് ഈ ലൈവ് സ്ട്രീമിംഗ് കണ്ട എല്ലാവർക്കും നന്ദി ആൻഡ് അഡ്വാൻസ് ഹാപ്പി ഓണം. എല്ലാ പ്രേക്ഷകർക്കും, എല്ലാ സബ്സ്ക്രൈബേഴ്സ് ആയ വാസുകി കുടുംബാംഗങ്ങൾക്കും സുഹൃത്തുക്കൾക്കും എല്ലാവർക്കും വാസുകി ടോക്സിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ഇനി അടുത്തൊരു ലൈവ് സ്ട്രീമിംഗുമായി നാളെ വൈകുന്നേരം 7 മുതൽ 8 വരെ കാണാം. അതുവരെ നിങ്ങളുടെ അടുത്ത് വിട പറയുന്നത് നിങ്ങളുടെ വാസുകി. ടേക്ക് കെയർ ആൻഡ് ബൈ.